ഹായ്, നവോത്ഥാന നായകരുടെ മാരത്തോൺ സെഷൻ. ഈ അടുത്തിടയ്ക്ക് ചോദിച്ചതും 2018, 15 എന്നീ വർഷങ്ങളിലെല്ലാം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മാരത്തോൺ സെഷൻ ആയത്. ഇതിൽ നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ട് ബൈ ഹാർട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നവോത്ഥാന നായകരെ ഓരോന്നോരോന്നായി പഠിക്കുന്നത് നിർത്താം. അതാണ് നമ്മുടെ ഗ്യാരണ്ടി. ഓക്കെ, അപ്പം ഈ റീസെന്റ് ആയി ചോദിച്ചതും റിപ്പീറ്റഡ് ആയി ചോദിച്ചതും എല്ലാം പറഞ്ഞ് റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോകാം. അതിനുവേണ്ടി ഈ വീഡിയോ ഫുള്ള് കാണുക, ഒന്നും സ്കിപ്പ് ആക്കാതെ ബൈ ഹാർട്ട് ആക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം മിശ്രഭോജനത്തിൽ നിന്നാണ് ഒന്നാമത്തെ ചോദ്യം. മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയ മഹാനാര്? റിപ്പീറ്റഡ് ചോദ്യം. മിശ്രഭോജനം, സഹോദരൻ അയ്യപ്പൻ. അതെങ്ങനെ കണക്ട് ചെയ്ത് വെക്കും? മിസ് ചെയ്യുന്നത് സഹോദരനെയാണ്. ഇത് ഇനി ഒത്തിരി തവണ വരും കേട്ടോ. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നല്ലപോലെ ബൈ ഹാർട്ട് ആവുകൊണ്ട് അതാരും പേടിക്കേണ്ട. റെപ്പിറ്റേഷൻ ഞാൻ നോക്കിയോളാം, നിങ്ങൾ ഇത് കണ്ടിരിക്കുക മാത്രം ചെയ്യുക. അപ്പൊ മിശ്രഭോജനം മിസ് ചെയ്യുന്നത് സഹോദരനെയാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ. അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നുള്ള ഒരാളെ ഓപ്ഷനിൽ തന്നാല് കൊടുക്കൽ ഉടമസ്ഥൻ അല്ല കേട്ടോ. ചീഫ് എഡിറ്റർ ആയിരുന്നു, മെയിൻ ആയിരുന്നു. പക്ഷെ ഉടമസ്ഥൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തത് ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാ? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. ഇനി ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് എന്താണ്? അപ്പൊ ഈ ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് ഇവിടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് അയ്യപ്പൻ എന്നാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. എന്നാൽ ബാല്യകാല നാമം എന്ന് പറഞ്ഞ് കുഞ്ഞൻ പിള്ളയും ചോദിക്കും. അതുകൊണ്ട് ഇത് ഓർത്തു വെച്ചോണം. PSCയുടെ ആൻസർ കീസ് ഇത് ഇങ്ങനെ മാറി മാറി വരും. യഥാർത്ഥ പേര് അയ്യപ്പൻ. ഓക്കെ, യഥാർത്ഥ പേര് അയ്യപ്പൻ. ഇനി ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ഏതാണ്? എവിടാണ്? റിപ്പീറ്റഡ് ചോദ്യം. ശിവഗിരിയാണ് അല്ലെ. തിരുവിതാംകൂറിൽ നടന്ന പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി അല്ലെ. അപ്പം പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. 1915. ഓർത്തു വെച്ചോണം. റെഡി? അപ്പൊ പുലയ ലഹളയ്ക്ക്, പെരുന്നാട് ലഹള, ഇതൊക്കെ ഓർത്തു വെച്ചോണം. അയ്യങ്കാളിയാണ്. റിപ്പീറ്റഡ് അയ്യങ്കാളിയാണ്. പുലയ ലഹള അയ്യങ്കാളി. ഓക്കെ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ രൂപീകരിച്ച സംഘടനയുടെ പേരെന്താണ്? റിപ്പീറ്റഡ് ആണ്. പണ്ഡിറ്റ് KP കറുപ്പൻ PSCക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പണ്ഡിറ്റ് KP കറുപ്പന്റെ സംഘടനയുടെ പേരെന്താണ്? അരയ സമാജം എന്നാണ്. ഓക്കെ, അരയ സമാജം എന്നാണ് പണ്ഡിറ്റ് KP കറുപ്പന്റേത്. പണ്ഡിറ്റ് KP കറുപ്പന്റെ കുറെ GKs ഇനി അങ്ങോട്ട് വരുമ്പോൾ ഇതും ഞാൻ റിവൈസ് ചെയ്ത് തരും. പണ്ഡിറ്റ് കറുപ്പൻ രൂപീകരിച്ച സംഘടന അരയ സമാജം. ഓക്കെ, അരയ സമാജം. പണ്ഡിതൻ അരയ സമാജം. ഓക്കെ അല്ലേ. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആരാണ്? ആരാ? വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, അപ്പൊ വാക്ക് കൊടുത്താൽ മല പോലെ ഉറച്ചു നിന്നോണം. ഇത് ഓർക്കണം കേട്ടോ. മലബാറിലെ ശ്രീനാരായണ ഗുരു 2022 ട്രെൻഡിങ് ചോദ്യങ്ങൾ പറഞ്ഞതായിരുന്നു. അപ്പൊ മലബാറിലെ ശ്രീനാരായണ ഗുരു വാക്ക് കൊടുത്താൽ അല്ലെ മല പോലെ ഉറച്ചു നിന്നോണം. വാഗ്ഭടാനന്ദൻ മലബാറിലെ ശ്രീനാരായണ ഗുരു. വാഗ്ഭടാനന്ദൻ മലബാറിലെ ശ്രീനാരായണ ഗുരു കേട്ടോ. വാക്ക് കൊടുത്താൽ മല പോലെ ഉറച്ചു നിന്നോണം. വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ കിട്ടും കേട്ടോ. അടുത്തത് പൊയ്കേൽ യോഹന്നാൻ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? പൊയ്കേൽ യോഹന്നാൻ അറിയപ്പെടുന്ന പേരെന്താ? കുമാരഗുരുദേവൻ, പൊയ്കേൽ അപ്പച്ചൻ, അല്ലെ. ഈ പേരുള്ള പൊയ്കേൽ യോഹന്നാൻ, കുമാരഗുരുദേവൻ, പൊയ്കേൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? പൊയ്കേൽ യോഹന്നാൻ ആണ് അല്ലെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ അല്ലെ. അപ്പൊ കുമാരഗുരുദേവൻ. പണ്ഡിറ്റ് കറുപ്പന്റെ ഓർമ്മയുണ്ടല്ലോ, അരയ സമാജം. പൊയ്കേൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പൊയ്കേൽ യോഹന്നാന്റെ വേറെ പേര് കുമാരഗുരുദേവൻ, പൊയ്കേൽ അപ്പച്ചൻ കേട്ടോ. ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ദൈവദശകം ആരാ? ശ്രീനാരായണ ഗുരു അല്ലെ. ദൈവദശകം ശ്രീനാരായണ ഗുരുവാണ്. ദൈവദശകം ശ്രീനാരായണ ഗുരു ഇമ്പോർട്ടന്റ് ആണ്. 50 തവണ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് കുഞ്ഞൻ പിള്ള. റിപ്പീറ്റഡ് വന്നില്ലേ? കണ്ടോ, ഇത്രയേ ഉള്ളൂ നവോത്ഥാന നായകര്. കുഞ്ഞൻ പിള്ള അല്ലെ. ഇത് റിപ്പീറ്റഡ് ആണല്ലോ. നവോത്ഥാന നായകര് ഇത്രയുമേ ഉള്ളൂ എന്ന് ഓർത്തോണം. കുഞ്ഞൻ പിള്ള കണ്ടല്ലോ. ഈ കുഞ്ഞൻ പിള്ള എന്നുള്ളൊരു പേര് റിപ്പീറ്റഡ് അല്ലേ അല്ലെ. ഓക്കെ, ഹായ്. അപ്പോഴേ ഇതുകൂടെ ഉള്ളൂ. ഇത് കാണുമ്പോൾ ഹാപ്പിനെസ് തോന്നും. കാരണം എന്താ വെച്ചാൽ ഇത് റിപ്പീറ്റഡ് ആണ്. ഓക്കെ, കുഞ്ഞൻ പിള്ള. അടുത്ത ചോദ്യം നോക്കാം. കുഞ്ഞൻ പിള്ള കണ്ടല്ലോ. ഈ കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമമുള്ള നവോത്ഥാന നായകൻ ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ഇത് റിപ്പീറ്റഡ് അല്ലേ? ആണല്ലോ. കുഞ്ഞൻ പിള്ള എന്ന പേരുള്ള യഥാർത്ഥ നവോത്ഥാന നായകനെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പറയും നമ്മള്? ചട്ടമ്പി സ്വാമികൾ അല്ലെ. ചട്ടമ്പി സ്വാമികൾ ഓർത്തു വെച്ചാൽ യഥാർത്ഥ നാമം എന്ന് പറഞ്ഞ് കുഞ്ഞൻ പിള്ള എന്നും ചോദിക്കും. അതേപോലെ
യഥാർത്ഥ നാമം എന്ന് പറഞ്ഞ് കുറച്ച് മുന്നേ PSC ചോദിച്ച ഓർമ്മയുണ്ടോ? അയ്യപ്പൻ. ഇത് രണ്ടും PSC ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ, മറക്കല്ല. അപ്പൊ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നും, പക്ഷെ ഓപ്ഷനിൽ അയ്യപ്പനില്ല കുഞ്ഞൻപിള്ളയാണെങ്കിൽ അത് കൊടുക്കണം. PSC ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ അത് ഓർത്ത് വെച്ചോണം. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുക, അത് ഓർത്തോ. യഥാർത്ഥ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പനും ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ളയും. ഓക്കെ, മറക്കല്ല. PSC മാറി തിരിഞ്ഞ് ചോദിച്ചാൽ രണ്ടുപേരും ഓപ്ഷനിൽ തരുത്തുമില്ല, മറക്കണ്ട. ഇനി സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം ആരാ? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ അല്ലെ? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ ഒരെണ്ണം കൂടെ പറഞ്ഞോട്ടെ, മിശ്രഭോജനം. മിശ്രഭോജനം മിസ് ചെയ്യുന്നത് ആരെയായിരുന്നു? സഹോദരനെ അല്ലെ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS പൊയ്കയിൽ യോഹന്നാൻ ആണല്ലോ. ദൈവദശകമൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ആയിരുന്നു. അങ്ങനെ ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റി, അത്ര അടിപൊളി. അപ്പൊ സമത്വ സമാജമാണെങ്കിൽ വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, ഇനി സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പിന്നെ റിപ്പീറ്റഡ്, അത് ആരാ? അത് വൈകുണ്ഠ സ്വാമികളാണ്, ഓർത്തു വെച്ചോണം. അടുത്തത് പിന്നെ റിപ്പീറ്റഡ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാര്? PRDS 1909. ഓക്കെ, റെഡി. അപ്പൊ ഇതാരായിരുന്നു? കുമാരഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, മറക്കല്ലേ. ബാലസമുദായ പരിഷ്കരണി സഭ നേതൃത്വം നൽകിയത് ആരാണ്? ഒരെണ്ണം കൂടെ പറഞ്ഞാലോ, അരയ സമാജം. ഇപ്പൊ കിട്ടിയില്ലേ? അരയ സമാജം. റിപ്പീറ്റേഷൻ ആണ്, ബൈ ഹാർട്ട് ആക്കിക്കോണം. നവോത്ഥാനം ഇനി വേറെ ഒന്നും വേണ്ട, ഇത്ര എണ്ണം പഠിച്ചിട്ട് ധൈര്യമായിട്ട് പൊക്കോ. അപ്പൊ ബാലസമുദായ പരിഷ്കരണി സഭ നേതൃത്വം നൽകിയത് ആരാണ്? പണ്ഡിത് കറുപ്പനാണ് അല്ലെ? പണ്ഡിത് കറുപ്പന്റെ വേറെ നമ്മൾ അരയ സമാജം പഠിച്ചു അല്ലെ? അരയ സമാജം ബാലസമുദായ പരിഷ്കരണി സഭ, അരയ സമാജം ബാലസമുദായ പരിഷ്കരണി സഭ, അരയ സമാജം ബാലസമുദായ പരിഷ്കരണി സഭ. കല്യാണദായിനി സഭ അദ്ദേഹത്തിൻ്റെതാ. വരൂ ഇനി. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? സർവ്വ വേലയും കയ്യിലുണ്ട് അല്ലെ? സർവ്വ വിദ്യയും കയ്യിലുണ്ട്, ചട്ടമ്പിയാണ് അല്ലെ? ചട്ടമ്പിയാണ്. സർവ്വ വിദ്യയും കയ്യിലുണ്ട്, ചട്ടമ്പിയാണ്. യഥാർത്ഥ പേര് അയ്യപ്പൻ. PSC ബാല്യകാല നാമം ചോദിക്കും, കുഞ്ഞൻ പിള്ള. ഓക്കെ, റെഡി. പിന്നെ വാഗ്ഭടാനന്ദം കിടക്കുന്നു. മല പോലെ ഉറച്ചു നിൽക്കണം, വാക്ക് കൊടുത്താൽ എന്ന് പറഞ്ഞില്ലേ? മലബാറിലെ ശ്രീനാരായണ ഗുരു. ഓക്കെ, സഹോദരൻ അയ്യപ്പനെ മിസ് ചെയ്യുന്നു, മിശ്രഭോജനം, പണ്ഡിത് കറുപ്പന്റെ അരയ സമാജം കേട്ടോ, അരയ സമാജം. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ? ബാലസമുദായ പരിഷ്കരണി സഭ. അപ്പൊ ഇത്തരം റെപ്പിറ്റീഷൻ ആയില്ലേ? അടുത്തതിൽ ഇതുപോലെ പോകണം. ഇനി ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന് ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? 1916 മലബാറിൽ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആരുടെ നേതൃത്വത്തിലായിരുന്നു മലബാറിൽ? KP കേശവമേനോനാണ് അല്ലെ? KP കേശവമേനോന്. അപ്പം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? നോക്കിയാലോ, ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. 1924 TK മാധവനായിരുന്നു നേതൃത്വം നൽകിയത്. ഇതെല്ലാം ഓർത്തു വെച്ചോണം. ഇനി സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതെന്ന് ചോദിക്കുമ്പോൾ ആരാണ്? മന്നത്ത് പത്മനാഭനാണ് അല്ലെ? എന്നാൽ നാഗർകോവിൽ നിന്നും ചോദിക്കും. നാഗർകോവിൽ നിന്ന് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നാഗർകോവിൽ നായിഡു എന്നങ്ങ് ഓർത്താൽ മതി. നായിഡു, ME നായിഡു ആണ് ആക്ച്വലി. ഓക്കെ, നാഗർകോവിൽ നിന്ന് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് നായിഡു ആണ്. നാഗർകോവിൽ നായിഡു, നാഗർകോവിൽ നായിഡു. ഇങ്ങനെ പറയുമ്പോൾ ഓപ്ഷനിൽ നമുക്ക് കിട്ടിക്കോളും പിന്നീട്. ഓക്കെ, കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? K കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് അല്ലെ? ഇനി VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ സമുദായം ഏതാണ്? ഏത് സമുദായമാ? നമ്പൂതിരി സമുദായം. എല്ലാവരുടെ കുറച്ചുപേരുടെ സമുദായം ചോദിക്കാറുണ്ട്. ഏത് സമുദായത്തിലാണ് ഈ പരിഷ്കരണം നടത്തിയതെന്ന്? VT ഭട്ടതിരിപ്പാടിന്റെ ഓർത്തു വെച്ചോണം, നമ്പൂതിരി സമുദായം. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് 1929 VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോണം. അടുത്തത് ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇഴവ മെമ്മോറിയൽ 1896 ഇഴവ മെമ്മോറിയൽ. ആരാ നേതൃത്വം നൽകിയത്? ഡോക്ടർ പൽപ്പു ആണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? ഡോക്ടർ പൽപ്പു. അടുത്തത് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വെങ്ങാനൂരാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അയ്യങ്കാളിയുടെ GK നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? പെരിനാട് ലഹള, പുലയ ലഹള, ഇതൊക്കെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, വില്ലുവണ്ടി യാത്ര അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? അപ്പം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരാണ്. സ്മാരകം വെങ്ങാനൂര്. ഇഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇതേപോലെ ഇഴവ മെമ്മോറിയലും ആരാണ് നേതൃത്വം നൽകിയത്? 1896. ഇനി ഉത്തരം കിട്ടുമോ? ഇതാണ് റിവിഷനോട് കൂടി പഠിക്കുന്നത്. ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ അല്ലേ? അടുത്തത് നായഭൃത്യ സംഘം രൂപീകരിച്ചത് ആരാണ്? നായഭൃത്യ സംഘം
രൂപീകരിച്ച വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, നായഭൃത്യ സംഘം രൂപീകരിച്ച മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ ഓർമ്മയുണ്ടല്ലോ. സവർണ ജാഥ എന്തുമായി ബന്ധപ്പെട്ടതാ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തി മന്നത്ത് പത്മനാഭൻ. ഓർത്തു വെച്ചോണം. നായഭൃത്യ സംഘവും മന്നത്ത് പത്മനാഭനാണ്. നായഭൃത്യ സംഘം മന്നത്ത് പത്മനാഭൻ. അടുത്ത, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആരാണ്? ഇതും 2023 PSCയുടെ ഫേവറേറ്റ് ചോദ്യമായിരുന്നു. അപ്പൊ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആരാ? ആഗമാനന്ദ സ്വാമികൾ. ഓക്കെ, കേരളത്തിലെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമി. ഓക്കെ, വിവേകാനന്ദൻ ആഗമാനന്ദൻ, വിവേകാനന്ദൻ ആഗമാനന്ദൻ. ഓർത്തു വെച്ചോണം, ഇങ്ങനെ തന്നെ കണക്ട് ആവും. വിവേകാനന്ദൻ ആഗമാനന്ദൻ അല്ലെ. ഇനി മലബാറിലെ ശ്രീനാരായണ ഗുരു ഓർമ്മയുണ്ടോ? ഇതുപോലല്ലായിരുന്നു. മലബാറിലെ ശ്രീനാരായണ ഗുരു, മല പോലെ നിൽക്കും വാക്ക് കൊഴുത്താൽ വാഗ്ഭടാനന്ദൻ. വിവേകാനന്ദൻ ആഗമാനന്ദൻ, വിവേകാനന്ദൻ ആഗമാനന്ദൻ. കേട്ടോ, ഇങ്ങനെ പറഞ്ഞാണ് അത് ബൈ ഹാർട്ട് ആവുന്നത്. അപ്പൊ ഇത്രയും സെറ്റിലെ ഫുൾ റിവിഷൻ നടത്തിയ നമ്മൾ പോയത്. അടുത്ത സെറ്റിലോട്ട് നമ്മൾ പോകുക. കേരളത്തിലെ പുലയരെയും ഇഴവരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം. മിസ് ചെയ്യുന്നത് ആരെയായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സഹോദരൻ. അതുകൊണ്ട് അടുത്തയിലോട്ട് പോകുക നമ്മൾ. സഹോദരൻ അയ്യപ്പനാണ്. കേട്ടോ, സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, എല്ലാ വിദ്യയും കയ്യിലുണ്ട് അല്ലെ. ചട്ടമ്പിയാണ് എന്നോർത്തോണം. ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. ചട്ടമ്പി സ്വാമികൾ. യഥാർത്ഥ നാമം അയ്യപ്പൻ. PSC കുഞ്ഞൻ പിള്ള എന്നും ചോദിക്കും. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. ഓർത്തു വെച്ചോളൂല്ലോ. ചട്ടമ്പി സ്വാമികൾ ഇതുവരെ പറഞ്ഞത് സർവ്വവിദ്യാധിരാജൻ. ഇനി അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ്? അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരമാണ്. ഓക്കെ, തിരുവനന്തപുരമാണ്. അപ്പം ഇതുപോലെ ഓർത്തു വെച്ചോളൂ. എന്താ? അയ്യങ്കാളി സ്മാരകം വെങ്ങാനൂരാണ്. ജന്മസ്ഥലം തിരുവനന്തപുരം. ഓക്കെ, സ്മാരകമാണെങ്കിൽ വെങ്ങാനൂരാണെന്നും ഓർത്തു വെച്ചോണം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞതാ ദൈവദശകം അല്ലായിരുന്നോ? അതും ഓർത്തു വെച്ചോണം. ദൈവദശകം ശ്രീനാരായണ ഗുരുവിനാണ്. 2018 ചോദിച്ചു. ദൈവദശകം ശ്രീനാരായണ ഗുരു. ദൈവദശകം ശ്രീനാരായണ ഗുരു. ഇനി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാ? കെ കേളപ്പനാണ്. റിപ്പീറ്റഡ് ചോദ്യം. ഡോക്ടർ പൽപ്പു ഇഴവ മെമ്മോറിയൽ 1896 അല്ലെ. ഇത്ര ഓർത്തു വെച്ചോണേ. ഇനി ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആരാ? അദ്വൈതാശ്രമം. അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരു അല്ലെ. ദൈവദശകവും ഓർത്തോണം. ദൈവദശകം. ഓക്കെ, ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് അദ്വൈതാശ്രമം, ദൈവദശകം ശ്രീനാരായണ ഗുരു. കേട്ടോ, അടുത്തത് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? ആര്യ സമാജം. പിന്നെ ഏതുണ്ടായിരുന്നു? ബാലസമുദായ പരിഷ്കാരണി സഭ അല്ലെ. ബാലസമുദായ പരിഷ്കാരണി സഭ, കല്യാണ ദായനി സഭ. ഇതൊക്കെ ആരുടെയാണ്? ആരുടെയാണ്? പണ്ഡിത കറുപ്പനാണ് അല്ലെ. പണ്ഡിത കറുപ്പനാണെന്ന് ഓർത്തു വെച്ചോണം. റെഡി അല്ലേ? കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന പണ്ഡിത കറുപ്പൻ, ആര്യ സമാജം, ബാലസമുദായ പരിഷ്കാരണി സഭ, കല്യാണദായനി സഭ, സുധർമ്മ സൂര്യോദയ സഭ. ഇതൊക്കെ പണ്ഡിത കറുപ്പൻ്റെതാ. നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അതുകൊണ്ട് ഈ ഭാഗം ഒന്നുകൂടെ കേൾക്കണ്ട. ഇനി മുന്നോട്ട് പോക്കോ. അയ്യപ്പൻ, ഓക്കെ, കുഞ്ഞൻപിള്ള എന്നീ പേരുകളിൽ, ഇപ്പൊ നമുക്ക് എളുപ്പമായില്ലേ, എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആരാ? ചട്ടമ്പി സ്വാമികളാണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, അയ്യപ്പൻ, കുഞ്ഞൻപിള്ള. റെഡി അല്ലേ? VT ഭട്ടതിരിപ്പാടിന്റെ കണ്ടോ? ഏതായിരുന്നു? VT ഭട്ടതിരിപ്പാടിന്റെ നമ്മൾ പറഞ്ഞു ഏത് സമുദായമാണ് പരിഷ്കരിച്ചതെന്ന് അല്ലെ. നമ്പൂതിരി സമുദായമാണ് പരിഷ്കരിച്ചത്. VT ഭട്ടതിരിപ്പാട്. ഓക്കെ അല്ലെ. അടുക്കളയിൽ നിന്നും മരങ്ങത്തേക്കും VT ഭട്ടതിരിപ്പാടിന്റെ ആണെന്ന് ഓർത്തു വെച്ചോളൂ. അതേപോലെ യോഗക്ഷേമ സഭ, ഓക്കെ, യോഗക്ഷേമ സഭയും VT ഭട്ടതിരിപ്പാടിന്റെ ആണ്. ഓക്കെ അല്ലെ. അത് 1908 യോഗക്ഷേമ സഭ. ഇനി റിപ്പീറ്റ് ചെയ്യും, അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. ഇനി തിരുവിതാംകൂർ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മഹാസഭയുടെ PSC ചോദിച്ച് ക്യാൻസൽ ചെയ്തു. അബ്ദുൽ ഖാദറിനായിരുന്നു കൊടുത്തത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. നോട്ട് ചെയ്തത് ക്യാൻസൽഡ് ആണ്. അടുത്തത് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആരാണ്? അയ്യങ്കാളി അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? പുലയ ലഹള അല്ലെ, പെരിനാട് ലഹള, ഊരൂട്ടമ്പല ലഹള, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? വില്ലുവണ്ടി യാത്ര. ഇതെല്ലാം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം 1907. സാധുജനം, ഓക്കെ, യോഗ ചെയ്തു. യോഗക്ഷേമ സഭ 1908. സാധുജനം യോഗ ചെയ്തത് എന്തിനാ? നമുക്ക് ബോഡിക്കും മൈൻഡിനും ഒക്കെ നല്ലതാ. ഒരു രക്ഷയ്ക്കായിട്ടാണ് ചെയ്തത്. സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി.
സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി 1907, 1908, 1909. സാധുജന പരിപാലന സംഘം, യോഗക്ഷേമ സഭ, പിന്നെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS ആണിത്. അപ്പൊ ഇത്ര എണ്ണത്തിന്റെ വർഷം ഓർത്തു വയ്ക്കുക. ഇത്ര എണ്ണം റിപ്പീറ്റഡ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കള്ളക്കഥ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ കോഡുകൾ ഉണ്ടാക്കി സെറ്റ് ആക്കിക്കോണം കേട്ടോ. സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി. അപ്പൊ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, യോഗക്ഷേമ സഭ 1908 VT ഭട്ടതിരിപ്പാട്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നമ്പൂതിരി സമുദായം പരിഷ്കരിച്ചു, നമ്മളിപ്പം പറഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരായിരുന്നു സ്ഥാപകൻ? PRDS, പൊയ്കേൽ യോഹനാൻ, പൊയ്കേൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ. ഓക്കെ. ഇനി ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. ചട്ടമ്പി സ്വാമികൾ, അയ്യപ്പൻ, കുഞ്ഞൻപിള്ള, ഇതൊക്കെ ഓർത്ത് വെച്ചോളും. ഷൺമുഖദാസൻ എന്നും അറിയപ്പെടും. പിന്നെ താഴെ തന്നിരിക്കുന്നതിൽ പണ്ഡിത് കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? പണ്ഡിത് കറുപ്പന്റെ ഇപ്പൊ നമുക്ക് കുറെ അറിയാമല്ലോ. അരയ സമാജം അല്ലെ, അരയ സമാജം മിസ്റ്റേക്കായി. പിന്നെ ബാലസമുദായ പരിഷ്കാരണി സഭ, സുധർമ്മ സൂര്യോദയ സഭ, കല്യാണദായിനി സഭ, പിന്നെ കേരള ലിംഗൺ എന്നറിയപ്പെടുന്നതും പണ്ഡിത് KP കറുപ്പനാണ്. ഓക്കെ അല്ലേ. ഇതേ യോഗക്ഷേമ സഭ കിടക്കുന്നു. സാധുജനം യോഗ ചെയ്തു. അപ്പൊ 1908 VT ഭട്ടതിരിപ്പാട്. ഇങ്ങനെ ഓരോന്നും റിപ്പീറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? PRDS. നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ. എന്തേ? കുമാര ഗുരുദേവൻ. സാധുജനം ഇതല്ലേ ഇങ്ങനെ, സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി. ഓക്കെ. അപ്പം PRDS കുമാര ഗുരുദേവൻ 1909 കേട്ടോ. അപ്പൊ സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി 1907, യോഗക്ഷേമ സഭ യോഗ ചെയ്തു 1908, രക്ഷയ്ക്കായി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 ആണ്. ഓക്കെ അല്ലേ. ഇത്രയും റെഡി ആണല്ലോ. ഓക്കെ. ഇനി ഇതിന്റെ ബാക്കി. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ കൃതി ഏതാണ് ഈ കൂട്ടത്തില്? അപ്പൊ ഏതാ അത്? നവമഞ്ചേരിയാണ് അല്ലെ. അപ്പം ചട്ടമ്പി സ്വാമികളുടെ മരണത്തോടു കൂടി ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് ഈ നവമഞ്ചേരി. ഇത് ഓർത്ത് വെച്ചോണം, റിപ്പീറ്റഡ് ചോദ്യമാണ്. ഓക്കെ. ദൈവദശകം ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ഓർത്തോണം, ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ. ദർശനമാല ശ്രീനാരായണ ഗുരുവാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെച്ചോണം. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥയാണ്. ഓക്കെ. അപ്പം തിരുവനന്തപുരം വരെ ജീവശിഖ, ഓക്കെ, ജീവശിഖ ജാഥ നയിച്ചത് ആരാണ്? അപ്പൊ വിമോചന സമരം 1959 ആണെന്ന് ഓർത്തു വെച്ചോണം. ആരായിരുന്നു? ഒരു ക്ലൂ കൂടെ തരാം. ഏതായിരുന്നു? നമ്മുടെ സവർണ ജാഥ നേതൃത്വം നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും ഇദ്ദേഹമാണ്. അപ്പൊ ആരേത്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ അല്ലെ. സഹോദരൻ അയ്യപ്പന്റെ കണ്ടോ, സഹോദര സംഘം സഹോദരൻ അയ്യപ്പന്റേതാണ്. പിന്നെ ഓർത്തു വെക്കേണ്ട ഏതാ? മിശ്ര ഭോജനം. സഹോദരനെ മിസ് ചെയ്യുന്നു. 2022 ഡിഗ്രി പ്രിലിംസിലും ഇത് ചോദിച്ചിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനം ഓർത്തു വെച്ചോണം കേട്ടോ. ഇനി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്നീ ഉള്ള കൃതി ഓക്കെ എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? എവിടെയാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. ഓക്കെ. അരുവിപ്പുറം ക്ഷേത്രമാണ്. ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ചോദ്യം. അരുവിപ്പുറം ക്ഷേത്രമാണ്. അടുത്ത കുഞ്ഞൻപിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. എളുപ്പമായില്ലേ? ഇപ്പം കുഞ്ഞൻപിള്ള അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ആരാ? പിന്നെ ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. സർവ്വവിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ അല്ലെ. ഷൺമുഖദാസൻ. ഇതൊക്കെ ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു അല്ലയോ? റിപ്പീറ്റഡ് അല്ലേ. ദൈവദശകം ദർശനമാലയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെതാണെന്ന് ഓർത്തോണം. ഇനി ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, ഒന്നും വേണ്ട 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 എന്ന് പറഞ്ഞത് ആരാ? ഇതൊന്നും വേണ്ടെങ്കിൽ എല്ലാവരും സഹോദരങ്ങളാണ് തമ്മിൽ അല്ലെ. അപ്പൊ ജാതിയില്ല, മതമില്ല, എല്ലാവരും മനുഷ്യരാണെന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ് അല്ലെ. ജാതിയും ഇല്ല, മതവും ഇല്ല, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ അല്ലെ. ബ്രോ, അതുകൊണ്ടല്ലേ ബ്രോ എന്ന് വിളിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ. ഇത് ഓർത്തു വെച്ചോണം. ഇനി മിശ്ര ഭോജനവും ഓർത്തോണം. ജാതി വേണ്ട, മതം വേണ്ട എന്നൊക്കെ പറയുവാണെങ്കിൽ അവർ നമ്മുടെ ബ്രോ ആണെന്ന് ചുമ്മാ ഓർത്തു കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പനെ കിട്ടും. ജാതി വേണ്ട, മതം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളാണ്, ബ്രോ ആണ്, സഹോദരൻ അയ്യപ്പൻ കേട്ടോ. റെഡി. ഇതേ അയ്യങ്കാളിയുടെ ഓർത്തോണേ. പുലയലഹളയുണ്ട്, പെരുന്നാട് ലഹളയുണ്ട്, പിന്നെ വില്ലുവണ്ടി യാത്രയുണ്ട്. ഇതൊക്കെ അയ്യങ്കാളിയുടേതാണ്. ഇത് വാഗ്ഭടാനന്ദന്റെ കണ്ടോ. വാഗ്ഭടാനന്ദന്റെ എന്തുവായിരുന്നു? മല പോലെ നിൽക്കണം, വാക്ക് കൊടുത്തത് അല്ലെ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടിട്ടുള്ളത് ആരാ? വാഗ്ഭടാനന്ദനാണ്. ഇത്രയും റെഡി അല്ലേ? ഓക്കെ. ഇനി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതിന്റെ സെക്രട്ടറി ആരായിരുന്നു? ഓക്കെ. ആരായിരുന്നു ആദ്യത്തെ സെക്രട്ടറി? കുമാരനാശാനായിരുന്നു അല്ലെ. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനായിരുന്നു അല്ലെ. പ്രസിഡന്റ് ആരാ? ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിനെ നമ്മൾ എന്താ പറഞ്ഞേ? ഇഴവ മെമ്മോറിയൽ പറഞ്ഞായിരുന്നു അല്ലെ. ഓക്കെ.
ഇനി അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്? അരയ സമാജം, കല്യാണദായിനി സഭ, സുധർമ്മ സൂര്യോദയ സഭ, ബാലസമുദായ പരിഷ്കാരണി സഭ, കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഓക്കെ, റിപ്പീറ്റഡ് ആണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ആധുനിക കേരളത്തിലെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആരാ? നമ്മുടെ P സനൽ മോഹനാണ്. ഇതൊക്കെ റെയർ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ് കേട്ടോ. ആധുനിക കേരളത്തിലെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P സനൽ മോഹനാണ്. ഓക്കെ, താഴെ പറയുന്നതിൽ ശ്രീനാരായണ ഗുരു രചിക്കാത്ത കൃതി ഏതാണ്? ഈ കൂട്ടത്തിൽ രചിക്കാത്തത് നമുക്ക് നോക്കിയാലോ. രചിക്കാത്തത് നിജാനന്ദ വിലാസം ഇദ്ദേഹം രചിച്ചതല്ല. ഓക്കെ, ബാക്കി നോക്കിക്കേ. ആത്മോപദേശ ശതകം റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഉപദേശിക്കുന്നവർ ആരായിരിക്കും? നമ്മൾ ഉപദേശം കേൾക്കണമെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ആരാ? ഗുരു ആയിരിക്കും അല്ലെ? ഗുരുക്കന്മാരുടെ ഉപദേശം എപ്പോഴും കേൾക്കും നമ്മൾ, ഏത് പ്രായത്തിൽ. അപ്പം ആത്മോപദേശം, ഉപദേശിക്കുന്നവർ ഗുരു. അപ്പൊ ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു, ദൈവദശകം ശ്രീനാരായണ ഗുരു, ദർശനമാല ശ്രീനാരായണ ഗുരു, പിന്നെ ആത്മവിലാസം ശ്രീനാരായണ ഗുരു. ഓക്കെ, ഇത്രയെണ്ണം ഓർത്തു വയ്ക്കണം, റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി ലിങ്കൺ ഓഫ് കേരള മടുത്തില്ലേ കേട്ട് കേട്ട്? എന്നാൽ അത്രേ ഉള്ളൂ നമ്മുടെ ഈ റിനേസൻസ്. എല്ലാ നവോത്ഥാന നായകനും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ റിലേറ്റഡ് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് എഴുതാം. ഓക്കെ, ഇതേപോലെ ഓരോ ടോപ്പിക്സിന്റെ മാരത്തോൺസ് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അടുത്ത വേണ്ടതെന്ന് കമന്റ് ചെയ്യുക. ഇപ്പോഴത്തെ ഈ ഒരു കേരള റിനേസൻസിന്റെ നവോത്ഥാനത്തിന്റെ വീഡിയോ ഫുൾ മാരത്തോൺ വന്നതും കമന്റിൽ സജഷൻ കൊണ്ടാണ് വന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അടുത്ത ഇനി ഏതാ വേണ്ടത്? ഇതേപോലെ കമന്റ് ചെയ്തോ. ഓക്കെ, അപ്പൊ ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്ന ആരാ? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തൊരു സെറ്റിലോട്ട് പോവുക. എല്ലാം റിവൈസ് ചെയ്ത് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഇതുവരെ ഉള്ളത് കേൾക്കണ്ട കേട്ടോ. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള വിമോചന സമരം. ഓക്കെ, വിമോചന സമരം അപ്പോഴേ എഴുതിക്കണം, 1959. വിമോചന സമരം എന്തിനു വേണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്? ഈ വിമോചന സമരം എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു അറിയാമോ? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതായിരുന്നു? റിപ്പീറ്റഡ് ആയി ചോദിച്ചു, മന്നത്ത് പത്മനാഭൻ. ജാതി വേണ്ട, മതം വേണ്ട, എല്ലാം ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എല്ലാവരും ആരാ? സഹോദരങ്ങളാണ് അല്ലെ? അപ്പൊ സഹോദരൻ അയ്യപ്പന്റെ ഓർത്തോണം മിശ്രഭോജനം അല്ലെ? മിശ്രഭോജനം, സഹോദരൻ അയ്യപ്പൻ. അടുത്തൊരു ചോദ്യം, ഇതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ റിപ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരു പരിധി വരെ നമ്മൾ ഫെമിലിയർ ആയി കഴിഞ്ഞേ. ജാതിക്കുമ്മിയുടെ ജാതിക്കുമ്മിയുടെ കർത്താവ് ആരാണ്? ആരാ? കുറച്ച് ക്ലൂ തരട്ടെ. ബാലസമുദായ പരിഷ്കാരണി സഭ, അരയ സമാജം, കേരള ലിങ്കൺ. ഓക്കെ, ആരാ? അപ്പൊ ജാതിക്കുമ്മിയുടെ കർത്താവ് എന്ന് ചോദിച്ച ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ, ജാതിക്കുമ്മി ആണെങ്കിൽ പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനി കല്ലുമാല സമരം. ഓക്കെ, കല്ലുമാല സമരം എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ, കല്ലുമാല സമരം നടന്ന സ്ഥലം ഏതാണ്? തലശ്ശേരിയാണ്. ഓക്കെ, കല്ലുമാല സമരം നടന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാല് തലശ്ശേരി, ഓർത്തു വെച്ചോണം. അടുത്ത, വേല ചെയ്താൽ കൂലി വേണം എന്ന മുദ്രാവാക്യവുമായിട്ട് വന്ന് ആദ്യത്തെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ആദ്യത്തെ ആളെന്ന് പറയുന്ന ആള് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. വേല ചെയ്താൽ കൂലി വേണം, വൈകരുത് എന്ന് ഓർത്താൽ മതി. വൈകുണ്ഠ സ്വാമികൾ, വേല ചെയ്താൽ കൂലി വേണം, വൈകരുത്. വേല ചെയ്താൽ കൂലി വേണം, വൈകരുത് എന്ന് ഓർത്തു വെച്ചോണേ. അടുത്തത്, വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സർവ്വവിദ്യയും കയ്യിലുണ്ട്, ചട്ടമ്പിയാണ് അല്ലെ? വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ, അയ്യപ്പൻ കുഞ്ഞമ്പിള്ള. ഇത്ര ഓർത്തു വെച്ചോളൂല്ലോ. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഈ കൂട്ടത്തിൽ ഏതാ? ചെമ്മഴന്തിയാണ്. റിപ്പീറ്റഡ് ആണ്, 100+ ടൈംസ് ആണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ ചെമ്മഴന്തിയാണ്. മിശ്ര വിവാഹത്തിന് പ്രചാരണത്തിന് വേണ്ടി സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് ആരാണ്? അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടെന്ന് PSC ഇനി ഇത് ചോദിക്കും. മിശ്ര വിവാഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി നടത്തിയത് ഈ കൂട്ടത്തിൽ ഏതെന്ന് ചോദിച്ചാൽ സാമൂഹ്യ പരിഷ്കരണ ജാഥ. ഇമ്പോർട്ടന്റ് ആണ്, സാമൂഹ്യ പരിഷ്കരണ ജാഥ. എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ സാമൂഹ്യ പരിഷ്കരണ ജാഥ? മിശ്ര വിവാഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ്. മറക്കല്ലേ, മിശ്ര വിവാഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് സാമൂഹ്യ പരിഷ്കരണ ജാഥ. ഇത് നയിച്ച വ്യക്തി ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഇദ്ദേഹത്തിൻ്റെതാ യോഗക്ഷേമ സഭ, സാമൂഹ്യ പരിഷ്കരണ ജാഥ. മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അതിന്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ളതാണ് സാമൂഹ്യ പരിഷ്കരണ ജാഥ. VT ഭട്ടതിരിപ്പാട് കേട്ടോ. നമ്പൂതിരി സമുദായത്തിനെയാണ് എന്ത് ചെയ്തത്? റിഫോം ചെയ്തത്. ഇത് ഓർത്തു വെച്ചോണം. അടുത്തത്, ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇഴവ മെമ്മോറിയൽ 1896 ഇഴവ മെമ്മോറിയൽ അല്ലെ? ഓക്കെ, അതാരാ? ഡോക്ടർ പൽപു. ഡോക്ടർ പൽപുവിന്റെ എന്താ പറഞ്ഞേ? SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്. എന്നാൽ SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാ? കുമാരനാശാൻ. പ്രസിഡന്റ്, ആജീവനാന്ത പ്രസിഡന്റ് ആരാ? ശ്രീനാരായണ ഗുരു. അപ്പൊ ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു. അദ്വൈത ചിന്താ പദ്ധതി. ഓക്കെ, അദ്വൈത ചിന്താ പദ്ധതി ആരുടേതാണ്? ആരുടെയാ?
ചട്ടമ്പി സ്വാമികളുടേതാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടേതാണ് അദ്വൈത ചിന്താ പദ്ധതി. ഓർത്ത് വെച്ചോണം, അദ്വൈത ചിന്താ പദ്ധതി. ഓക്കെ, അപ്പം കൊച്ചു പിള്ളേരൊക്കെ പറയത്തില്ലേ, നമുക്ക് കല്ലെറിയാം അല്ലെ ഇടിക്കും ഒക്കെ ചെയ്യുമ്പോൾ ഓരോരോ ചിന്തകൾ കണ്ടില്ലേ, ചട്ടമ്പിയാണ് എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചത് കിട്ടും. ഓരോരോ ചിന്തകൾ കണ്ടില്ലേ, ചട്ടമ്പിയാണ് അദ്വൈത ചിന്താ പദ്ധതി, ചട്ടമ്പി സ്വാമികൾ. മറക്കല്ലേ, ഇങ്ങനൊക്കെ നവോത്ഥാനം ഓർത്ത് വെച്ചാൽ ഇതിന്റെ അപ്പുറം നിങ്ങൾ ഒന്നും നോക്കണ്ട. അപ്പൊ ഈ ഒരു ഡിഫിക്കൽറ്റി മാറണമെങ്കിൽ ഇതൊന്ന് കണക്ട് ചെയ്യുക. ഓരോരോ ചിന്തകൾ നിങ്ങൾ ഓരോ എക്സാമ്പിൾ എടുത്തേക്കണം കേട്ടോ. അപ്പം ഓരോരോ ചിന്തകൾ കണ്ടില്ലേ, ചട്ടമ്പിയാണെന്ന് ഓർത്തണം. അദ്വൈത ചിന്താ പദ്ധതി, ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, അദ്വൈത ചിന്താ പദ്ധതി, ചട്ടമ്പി സ്വാമികൾ. VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചത് ഈ കൂട്ടത്തിൽ ഏതാണ്? ഏതാ? യോഗക്ഷേമ സഭ അല്ലെ. സാധുജനം യോഗ ചെയ്തു 1908 അല്ലെ, രക്ഷയ്ക്കായി. അത് PRDS. റെഡി അല്ലേ? പ്രത്യക്ഷ രക്ഷാ ദേവസഭ എവിടെ കിടന്നോട്ട്. ഓക്കെ, ഇത്ര സെറ്റ് ആണല്ലോ. അടുത്ത ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഈ അടുത്തിടയ്ക്ക് ചോദിച്ചു അയ്യങ്കാളിയാണ് കേട്ടോ. അപ്പം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യങ്കാളിയാണ്. പെരുന്നാട് ലഹള, പുലയ ലഹള, പിന്നെ വില്ലുവണ്ടി യാത്ര, ഇതൊക്കെ ആരുടെയാ? അയ്യങ്കാളിയുടേതാണെന്ന് ഓർത്തു വെച്ചോണം. പിന്നെ മഹാത്മാ അയ്യങ്കാളി എന്ന് നമ്മൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയ ഒരു PYക്കും കൂടെ കിട്ടും. മഹാത്മാ എന്ന പേരുള്ള നവോത്ഥാന നായകൻ, തുടക്കത്തിൽ മഹാത്മാ എന്ന പേരുള്ള നവോത്ഥാന നായകൻ ആരാന്നറിയാം? അയ്യങ്കാളിയാണ്, മഹാത്മാ അയ്യങ്കാളി. ഇനി വരുവതെ പണ്ഡിത് കറുപ്പൻ അറിയപ്പെടുന്നത് ഈ കൂട്ടത്തിൽ എന്താ? കേരള ലിങ്കൺ എന്നാണ് അല്ലെ, കേരള ലിങ്കൺ എന്നാണ്. കുറച്ചു മുന്നേ നമ്മൾ ഒരെണ്ണം പഠിച്ചത് ഓർമ്മയുണ്ടോ? ജാതിക്കുമ്മി. ആരുടേതാ? പണ്ഡിത് കറുപ്പൻ്റെതാണ്. ഓക്കെ, ജാതിക്കുമ്മി. ഇങ്ങനെ നമ്മൾ റിവൈസ് ചെയ്ത് പോയാൽ ഈ ഒരു ഒറ്റ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഒരു 80% ബൈഹാർട്ടായി ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അങ്ങനെയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ മെത്തേഡ്സ് ഇഷ്ടമാണ്, ഈ മെത്തേഡ്സിൽ ഇനിയും വേറെ ക്ലാസ്സുകളിലെ ടോപ്പിക്സ് വേണം, ഫുള്ള് പഠിച്ചുകൊണ്ടിരിക്കാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിന്ന് ബൈഹാർട്ട് ചെയ്യുന്ന വേറെ ടോപ്പിക്സ് ഏതൊക്കെ വേണം നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം കേരള ലിങ്കൺ, പണ്ഡിത് കറുപ്പൻ, ജാതിക്കുമ്മി. ഇനി ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? ഏത് വർഷമാ? 1888 ആണ്. ഇത് ഓർത്ത് വെച്ചോണം. ഇവിടെ അത് എന്ത് ചെയ്തില്ല, കറക്റ്റ് ഉത്തരവില്ല, അതുകൊണ്ട് ഇത് ക്യാൻസൽഡ് ആയിരുന്നു ഈ ചോദ്യം കേട്ടോ. ഇനി അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ ആണോ? ഇനി ഒരെണ്ണം കൂടെ പറയുന്നത് ഏതാ? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നത് ആരാ? അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നത് അയ്യങ്കാളിയാണ് അല്ലെ. പുലയ രാജാവ് എന്നറിയപ്പെടുന്നതും അയ്യങ്കാളി. അങ്ങനെ പറഞ്ഞത് ആരാ? ഗാന്ധിജിയുമാണ്. റെഡി. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. ഓക്കെ, കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. ഓർത്തു വെച്ചോളൂ, കുമാരനാശാൻ സ്മാരകം തോന്നയ്ക്കലാണ്. ഇനി നായർ സർവീസ് സൊസൈറ്റിയുടെ NSS അല്ലെ, നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ പഠിച്ച PYക്ക് എന്തൊക്കെയാ? വിമോചന സമരം അല്ലെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതൊക്കെ വരുന്നതേ ഉള്ളൂ, എന്നാലും ഒന്നൊരു ഇൻട്രോ പോലെ തന്നതാ, ഇനി അത് വരും, അതും PYക്കുമാണ്. ഓക്കെ, പിന്നെ ഏതായിരുന്നു? സവർണജാഥ തിരുവനന്തപുരം, NSSന്റെ സ്ഥാപകൻ. ഇത്ര ഓർത്തു വെക്കുമല്ലോ, മന്നത്ത് പത്മനാഭൻ. ഓക്കെ, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മയ്യഴി ഗാന്ധി ആരാണ്? കുമാരൻ മാസ്റ്റർ ആണ് അല്ലെ. ഓക്കെ, കുമാരൻ മാസ്റ്റർ ആണ്. ഓക്കെ, കുമാരൻ മാസ്റ്റർ. ഇനി ചേരമൻ മഹാജനസഭ രൂപീകരിച്ചത് ആരാണ്? അപ്പം ചേരമൻ മഹാസഭ രൂപീകരിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ് ആണ്. ഓക്കെ, അപ്പൊ ചേരമൻ മഹാജനസഭ രൂപീകരിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. ചേര സാധുവായ പാമ്പെന്നുള്ളത് കോമൺ ആയിട്ട് ഒരു കോഡ് ഉണ്ടല്ലോ, അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. ചേരമൻ മഹാസഭ, ചേര ഒരു ടൈപ്പ് ഓഫ് പാമ്പാണെന്ന് ഓർത്താൽ മതി. യോഗക്ഷേമ സഭ 1908 അല്ലെ, സ്ഥാപിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, VT ഭട്ടതിരിപ്പാടിന്റെ നമ്മൾ ഇപ്പൊ പഠിച്ചൊന്ന് പറഞ്ഞുണ്ടല്ലോ, എന്തുവായിരുന്നത്? മിശ്ര വിവാഹം അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി, അതിന്റെ പ്രചാരണത്തിനായിട്ട് സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് ആരാ? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും മരങ്ങത്തേക്കാരുടേതാ? VT ഭട്ടതിരിപ്പാട്. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ. ഇനി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഓക്കെ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഇത് ആര് പറഞ്ഞിട്ടുള്ളതാ? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, ഇങ്ങനെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. റെഡി. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഈ കൂട്ടത്തിൽ ഏതാ? സമത്വ സമാജമാണ് അല്ലെ. 1836 സമത്വ സമാജം ആരുടേതാ? വൈകുണ്ഠ സ്വാമികളാണ് നേതൃത്വം നൽകിയത്. ഓക്കെ,
വൈകുണ്ഠ സ്വാമികളാണ് നേതൃത്വം നൽകിയത് സമത്വ സമാജം. ഓക്കെ, സമത്വ സമാജം. റെഡി? സാധുജന പരിപാലന സംഘം സ്ഥാപകൻ ആരാണ്? ഓക്കെ, സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി 1907, 1908, 1909. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ കിട്ടും സാധുജന പരിപാലന സംഘം. ഓക്കെ, ആരായിരുന്നു സാധുജന പരിപാലന സംഘം? അയ്യങ്കാളിയാണ്. റെഡി അല്ലേ? അത് അയ്യങ്കാളി ഓർത്തു വെച്ചോണേ. സാധുജന പരിപാലന സംഘ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. അപ്പൊ സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായെന്നും ഓർത്തു വെക്കണം. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഇത്രയും നമ്മൾ പറഞ്ഞതായതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം. അത് റിപ്പീറ്റഡ് ആണ്. ഈ സാധുജന പരിപാലന സംഘം പിന്നീട് പുലയ മഹാസഭയായി മാറി. പുലയ മഹാസഭയായി മാറി. ഇതും ഓർത്തു വെച്ചോണം. ഓക്കെ, അപ്പം സാധുജന പരിപാലന സംഘം 1907, പുലയ മഹാസഭയായി മാറി 1938. ഇത് ഇനിയും പറയുമ്പോൾ ഓർത്തു വെച്ചോളൂ. ഇപ്പൊ ഇതൊന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക, ഒന്നുകൂടെ പറഞ്ഞു നോക്കുക കേട്ടോ. പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. സാധുജന പരിപാലന സംഘം ഏത് സംഘത്തിന്റെ മോഡലിലാണ് ഉണ്ടാക്കിയത്? അപ്പൊ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സാധു SNDP കേട്ടോ. അപ്പം സാധുജന പരിപാലന സംഘം SNDPയുടെ മാതൃകയിലാണ് രൂപീകരിച്ചത് കേട്ടോ. സാധുജന പരിപാലന സംഘം SNDPയുടെ മാതൃകയിലാണ് രൂപീകരിച്ചത്. അപ്പൊ സാധു SNDP എന്ന് ഓർത്തു വയ്ക്കാം. പറ്റത്തില്ലേ? പറ്റണം. അടുത്ത ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെ? അപ്പം നമ്മുടെ ചാവറയച്ചനാണ് ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത്. ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആരാ? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആത്മാനുതാപം. ഓക്കെ, ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇനി അരിവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ആരാ? ശ്രീനാരായണ ഗുരു. മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യങ്ങളല്ലേ? 100+ ടൈംസ് ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. മിശ്രഭോജനം മിസ് ചെയ്യത്തില്ല, നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ആരെയാ? സഹോദരനെ. ഓക്കെ, റെഡി. അപ്പൊ അതും സെറ്റ്. ഓക്കെ, അപ്പം മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. അടുത്തത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? അപ്പൊ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് റിപ്പീറ്റഡ് ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവാണ് എന്ന് നമുക്കറിയാലോ അല്ലെ? അടുത്ത അരേ സമാജം സ്ഥാപിച്ചത് ആര്? അരേ സമാജം പണ്ഡിത് കറുപ്പനാണ്. റിപ്പീറ്റഡ് ആണല്ലോ അല്ലെ? ജാതിക്കുമ്മിയായിരുന്നു ലാസ്റ്റ് ചോദിച്ചത് നമ്മൾ പഠിച്ചത്. അപ്പം ജാതിക്കുമ്മി, കല്യാണദായനി സഭ, ബാലസമുദായ പരിഷ്കാരണി സഭ, അരേ സമാജം, പണ്ഡിത് KP കറുപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പൊ എവിടെയാ? സഹോദരൻ അയ്യപ്പൻ ചെറായിയാണ്. ഓക്കെ, സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറായിയാണെന്ന് ഓർത്തു വെച്ചോണം. ഇനി വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? സർവ്വവിദ്യയും കയ്യിലുണ്ട്. പിന്നെ ചിന്ത കണ്ടോ? ചട്ടമ്പി, അദ്വൈത ചിന്താ പദ്ധതി, ചട്ടമ്പി സ്വാമികൾ കേട്ടോ. അപ്പം അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത ചിന്താ പദ്ധതി, ചട്ടമ്പി സ്വാമികൾ, സർവ്വവിദ്യാധിരാജ, വിദ്യാധിരാജ, അദ്വൈത ചിന്താ പദ്ധതി ഒക്കെ ചട്ടമ്പി സ്വാമിയെ മറക്കല്ല. ഓക്കെ, അദ്വൈത ചിന്താ പദ്ധതി ആരുടേതാ? ചട്ടമ്പി സ്വാമികളുടേതാണ്. വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. റെഡി അല്ലേ? ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. ഇനി ഇപ്പൊ നമുക്ക് അടുത്തൊരെണ്ണത്തിലോട്ട് പോകാം. ഓക്കെ, കുറച്ചുകൂടെ 2015 ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തോണം, ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്താണ് ഈ വരുന്നത്. നവോത്ഥാനം ഇത്രയേ ഉള്ളൂ, വളരെ സൂപ്പർ ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ആദ്യത്തെ ചോദ്യം, അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ്? ചിന്ത കണ്ടോ? ചട്ടമ്പിയാണ്. അപ്പം ചട്ടമ്പി സ്വാമികൾ എന്ന് ഓർത്തു വെച്ചോണം. റെഡി? വാഗ്ഭടാനന്ദന്റെ കിടക്കുന്ന കണ്ടോ ഓപ്ഷനില് അല്ലെ? മലബാറിലെ ശ്രീനാരായണ ഗുരു. മലബാർ ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ ആണല്ലോ. വൈകുണ്ഠ സ്വാമികളുടെ കണ്ടോ? സമത്വ സമാജം ഇല്ലേ? അല്ലേ? അപ്പൊ ഇതൊക്കെ ഓർത്തു വെച്ചോണം. 1836 ഒക്കെ ഓർത്തു വെച്ചോണം. വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, സമത്വ സമാജം. ഇനി അടുത്ത ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ്. ഇതും 2013 ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അത് അയ്യങ്കാളിയാണ്. അപ്പൊ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവിനെ ചോദിച്ച അയ്യങ്കാളി. പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ആരാ? ആഗമാനന്ദ സ്വാമികൾ അല്ലെ? കേരളത്തിലെ വിവേകാനന്ദൻ, ആഗമാനന്ദൻ, വിവേകാനന്ദൻ, ആഗമാനന്ദൻ, വിവേകാനന്ദൻ, ആഗമാനന്ദൻ. ബൈഹാർട്ട് ചെയ്തോണം. ഒത്തിരി തവണ പ്രിലിംസിന് ചോദിച്ചതായിരുന്നു ഈ ചോദ്യം കേട്ടോ. പ്രബുദ്ധ കേരളം അല്ലെ? പ്രബുദ്ധ ഭാരതം ആരുടേതാ? വിവേകാനന്ദൻ. പ്രബുദ്ധ കേരളം ആഗമാനന്ദൻ. കേരള വിവേകാനന്ദൻ ആരാ? ആഗമാനന്ദൻ. കേരള വിവേകാനന്ദൻ, ആഗമാനന്ദൻ, വിവേകാനന്ദൻ, ആഗമാനന്ദൻ, വിവേകാനന്ദൻ, ആഗമാനന്ദൻ. എന്തിനാ ഇത്രയും തവണ പറഞ്ഞത്? ബൈഹാർട്ട് ചെയ്യാൻ ഇത് ചോദിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഈ പോയിന്റിൽ തുടങ്ങാം. ശ്രീനാരായണ ഗുരു തന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം അല്ലെ? ജാതി വേണ്ട, മതം വേണ്ട, മനുഷ്യന് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ജാതിയും വേണ്ട, മതവും വേണ്ടെങ്കിൽ എല്ലാം സഹോദരങ്ങളാണ്. സഹോദരൻ അയ്യപ്പൻ റിവിഷൻ പറഞ്ഞതാണ്. അപ്പം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള സന്ദേശം. ഓക്കെ,
ഇപ്പൊ സർവമത സമ്മേളനം ആലുവയിൽ വെച്ച് നടന്നത് ഏത് വർഷമാണ്? റിപ്പീറ്റഡ് ഇമ്പോർട്ടന്റ് ചോദ്യം. 1924 കേട്ടോ. അതേപോലെ വൈക്കം സത്യാഗ്രഹം ചോദിച്ചാലും 1924 സർവമത സമ്മേളനവും 1924 വൈക്കം സത്യാഗ്രഹം സർവമത സമ്മേളനം കണക്ട് ചെയ്തേക്കണേ. വൈക്കം സത്യാഗ്രഹം സർവമത സമ്മേളനം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, നമുക്ക് നോക്കാം. ആത്മോപദേശ ശതകം ഉപദേശിക്കുന്ന ഒരു ഗുരുവാണ് അല്ലെ. ഇതിങ്ങനെ ഓർത്ത് വെച്ചോണം, കാരണം എല്ലാ ബുക്സും എല്ലാ കൃതികളും ഓർത്ത് വെക്കാൻ പറ്റത്തില്ല, അത് വേസ്റ്റ് ആയിട്ടേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ ഓപ്ഷനിൽ വന്നിട്ടുള്ളതും റിപ്പീറ്റഡ് ആയിട്ടുള്ളതും പഠിക്കാതെ പോകരുത്, അതും വേസ്റ്റഡ് ആവും നമ്മുടെ കാര്യത്തിൽ, അതുകൊണ്ട് ഒഴിവാക്കില്ല. ഓക്കെ, അപ്പൊ ആത്മോപദേശ ശതകം ഉപദേശിക്കുന്ന ഒരു ഗുരുക്കന്മാരാ അല്ലെ. ഓക്കെ, പിന്നെ അപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? വേദാധികാര നിരൂപണമാണ് അല്ലെ. വേദാധികാര നിരൂപണം അല്ലെ. ചട്ടമ്പി സ്വാമികളുടെ വേദങ്ങൾ പഠിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരം അല്ലെ ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് വേദാധികാര നിരൂപണം. അപ്പൊ അതാരുടെയാ? ഇമ്പോർട്ടന്റ്, റിപ്പീറ്റഡ് കേട്ടോ, ചട്ടമ്പി സ്വാമികൾ. ഇതേപോലെ ഇനിയുണ്ട്, എന്താ? നിജാനന്ദ വിലാസം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തവണ നമ്മൾ തുടക്കത്തിൽ ഈ വീഡിയോ തുടങ്ങി ചെയ്തു വന്ന സമയത്ത് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ പെടാത്തത് എന്ന്. അപ്പം അതിലെ ഒരു ഓപ്ഷൻ ആയിരുന്നു നിജാനന്ദ വിലാസം. അത് ആരുടേതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ അല്ലെ. അത് ചട്ടമ്പി സ്വാമികളാണ്. നിജാനന്ദ വിലാസം, നിജാനന്ദ വിലാസം. ഓക്കെ ഓക്കെ, അപ്പൊ അതും കണക്ട് ചെയ്യാൻ വേണ്ടി പറയുമല്ല, ചട്ടമ്പി സ്വാമി അറ്റാക്ക് ചെയ്യുമൊന്നുമല്ല. അപ്പം ചട്ടമ്പി അതുവാ വരുന്നത് ഭയങ്കര നീചന എന്നൊന്ന് ചുമ്മാ കണക്ട് ചെയ്ത് വെച്ചാൽ ഇവരെ കിട്ടും, അല്ലാതെ ഇതൊന്നും വായിച്ചെടുത്ത് ഓർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുവാണ് നീചനാണ്, ചട്ടമ്പിയാണെന്ന് ചുമ്മാ ഓർത്തോണം. നീചനാണ്, ചട്ടമ്പിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഭയങ്കര നീചനാണ്, അതുകൊണ്ട് ചട്ടമ്പിയാണെന്ന് അങ്ങോട്ട് ഓർത്ത് കഴിഞ്ഞാൽ നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമികൾ കിട്ടും കേട്ടോ. അപ്പൊ വേദാധികാര നിരൂപണം, ക്രിസ്തുമത ചേതനം, ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടേതാണ്. വേദാധികാര നിരൂപണം, ക്രിസ്തുമത ചേതനം, മറക്കല്ലേ. ഓക്കെ, അപ്പം ബാക്കി ഈ 3 ഓർത്ത് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിന്റെയാണ്. റെഡി? ഇനി വിവേകോദയം എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? കുമാരനാശാനാണ് അല്ലെ. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആണ് കുമാരനാശാൻ, മറക്കല്ല്. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ നിന്നാ? 5 തെങ്ങ് നിന്നാണ്. ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണോ സ്വദേശാഭിമാനി പത്രം അല്ലെ? ആണോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചോദ്യം നമ്മൾ തുടക്കത്തിൽ ചെയ്തിട്ട് വന്നത്. ഇതിന്റെ ഉടമസ്ഥൻ ആര് എന്നുള്ളൊരു ചോദ്യമായിരുന്നു അതിലുണ്ടായിരുന്നത് അല്ലെ. റിവൈസ് ചെയ്തോണം. ഇനി മുസ്ലിം ഐക്യ സംഘത്തിന്റെ സ്ഥാപകനാര്? ഒരു 90% മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനുത്തരം നിങ്ങൾക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് കൊടുക്കാം കേട്ടോ. 90% തെറ്റാൻ ചാൻസ് ഇല്ല. സപ്പോസ് ഒരു മുസ്ലിം എന്ന് വാക്ക് ചേർത്ത ഒരു സംഘത്തിന്റെയോ സംഘടനയുടെ തന്നിട്ടുണ്ടെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കൊടുക്കാം. കാരണം PS ചോദിച്ചത് വെച്ചിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാത്രമേ അത് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ശരി. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസിക ഏതാണ്? ഓക്കെ, മാസിക ഏതാ? അൽ ഇസ്ലാമാണ് മാസിക. ഓക്കെ, അൽ ഇസ്ലാമാണ് മാസിക. എന്നാൽ അൽ ഹിലാൽ ഉണ്ട്, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അൽ ഹിലാൽ ആരാ? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് അല്ലെ. മൗലാനയാണ്. അൽ ഹിലാൽ മൗലാന അല്ലെ. മറക്കല്, ഭയങ്കര ഇമ്പോർട്ടന്റ് ഈ 3 ഇവിടെ. അൽ ഇസ്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, അൽ അമീൻ അല്ലെ. അൽ അമീൻ, അപ്പൊ ക്ലാസ്സിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് തന്നെ തന്നിട്ടുള്ള കോഡുകളാണ്. മീൻ അല്ലെ, മാനും മീനും വെച്ച് കണക്ട് ചെയ്യും. മാനും മീനും, അൽ അമീൻ, മീനും മാനും വെച്ചിട്ട് എങ്ങനെ അറിയാം? അപ്പൊ അബ്ദുറഹ്മാൻ സാഹിബ് നമുക്ക് പറയാൻ പറ്റത്തില്ലേ ഇല്ലേ? അപ്പം അൽ അമീൻ അബ്ദുറഹ്മാൻ. ഓക്കെ, അൽ ഹിലാൽ ആണെങ്കിൽ മൗലാന, അൽ ഇസ്ലാം ആണെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈ 3 റിപ്പീറ്റഡ് ആണ്, ഒഴിവാക്കല്ലേ കേട്ടോ. ഇനി പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകനാരാ? പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരുദേവൻ. 1909 അല്ലെ. സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി, PRDS അല്ലെ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ 1909. അപ്പൊ എനിക്ക് വർഷങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ഓർമ്മയുണ്ടെങ്കിൽ എഴുതാതെ തന്നെ കിട്ടും. പക്ഷേ തുടക്കക്കാരാണെങ്കിൽ ഇതൊന്ന് എഴുതി പോകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. 1913 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അരയ സമാജത്തിന്റെ സെയിം ആളാണിത്. ഓക്കെ, കല്യാണദായിനി സഭ, സുധർമ്മ സൂര്യോദയ സഭ, ബാലസമുദായ പരിഷ്കാരണി സഭ, കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പൊ ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ആരാ? പണ്ഡിറ്റ് KP കറുപ്പനാണ് അല്ലെ. കൊച്ചി പുലയ മഹാസഭ 1913. കൊച്ചി പുലയ മഹാസഭ 1913 ആണ് കേട്ടോ. റെഡി? ഇനി കേരള ലിംഗൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാ? പണ്ഡിറ്റ് കറുപ്പൻ. റിപ്പീറ്റഡ് ആണ്. ഓക്കെ,
1896 ശ്രീമൂലം തിരുനാളിന് ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആരുടെ നേതൃത്വത്തിലാണ് ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഡോക്ടർ പൽപു അല്ലെ. ഒന്നാം ഇഴവ മെമ്മോറിയലാണ് 1896. അത് ആർക്ക് കൊണ്ടുകൊടുത്ത് രാജാവ് ഒരു മൂലയ്ക്ക് അത് കൊണ്ടുവച്ചു എന്ന് ഓർത്താ ശ്രീമൂലം തിരുനാളിനാണെന്ന് ഓർത്തു വെക്കാം കേട്ടോ. ശ്രീമൂലം തിരുനാൾ. രണ്ടാം ഇഴവ മെമ്മോറിയൽ 1900 കൊണ്ടുകൊടുത്തു. നമ്മൾ കൊടുക്കുന്ന എല്ലാം ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചാൽ പിന്നെ നമ്മൾ പ്രാഗിക്കൊണ്ടല്ലേ കൊടുക്കുക. ഇനി ഇംഗ്ലീഷ് കേഴ്സ് എന്ന് പറയും. കേഴ്സ് ചെയ്തുകൊണ്ട് കൊടുത്തു രണ്ടാം ഇഴവ മെമ്മോറിയൽ കേഴ്സൺ പ്രഭുവിന്. ഓക്കെ, കേഴ്സൺ പ്രഭു. നമ്മളെ 2 തവണയൊക്കെ അസൈൻമെന്റ് പിന്നെ എഴുതിപ്പിക്കുമ്പോൾ രണ്ടാമത് പോകുമ്പോൾ പ്രാഗിക്കൊണ്ടാണ് പൊതുവെ കൊടുക്കാറ് അല്ലെ. അപ്പൊ കേഴ്സ് ചെയ്തു കേഴ്സൺ പ്രഭു. ഓക്കെ, അപ്പൊ ഇഴവ മെമ്മോറിയലിന്റെ നേതാവ് ആരായിരുന്നു? ഡോക്ടർ പൽപു ആണ് അല്ലെ. തിരുവിതാംകോട്ടെ തീയന്മാർ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഡോക്ടർ പൽപു. തിരുവിതാംകോട്ടെ തീയന്മാർ എന്നുള്ളതും ഓർത്തു വെച്ചോണം. ഇനി മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ്? മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷം കിട്ടിയ ഭയങ്കര ആനന്ദമായിരിക്കും എന്ന് കണക്ട് ചെയ്ത് വേണം വെക്കാം. 2015 സെക്രട്ടറി ടെസ്റ്റിന് ചോദിച്ച ചോദ്യമാണ്. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി. അല്ലെ. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷം കിട്ടും ഭയങ്കര ആനന്ദമാണെന്ന് കണക്ട് ചെയ്യണം. അല്ലെ ഒരു 5 തവണ പറയണം, പിന്നീട് നമുക്ക് എക്സാമിന് പോയി ചെയ്താൽ മതി. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഇതില് ഏതാ? ആനന്ദ മഹാസഭ. ബ്രഹ്മാനന്ദ 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 ആനന്ദ മഹാസഭ കേട്ടോ. അപ്പൊ അതെ ആത്മവിദ്യാ സംഘം കിടക്കുന്ന കണ്ടോ. ആത്മസുഖം ഒരാൾക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല വാക്കുകൾ പറഞ്ഞാൽ പോരെ? ആലോചിച്ച് നോക്ക്. ഒരാൾക്ക് ഒരു ആത്മസുഖം കൊടുക്കണം, ഇച്ചിരി വിഷമിച്ചിരിക്കുകയാണ്, ആത്മസുഖം കൊടുക്കാൻ വേണ്ടി 2 നല്ല വാക്കുകൾ പറയുക. വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം. ആനന്ദ ബ്രഹ്മാനന്ദ അത് ഓർത്ത് വെച്ചോളുമല്ലോ അല്ലെ. ശരി, വിദ്യാഭൂഷണി കണ്ടോ. 2022 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. വിദ്യാഭൂഷണി സഹോദരൻ അയ്യപ്പൻ കേട്ടോ. സഹോദരൻ അയ്യപ്പൻ. എന്റെ സഹോദരന് കുറച്ചുകൂടെ വിദ്യ കൂടുതലാ കയ്യിൽ എന്ന് ഞാനങ്ങ് കണക്ട് ചെയ്ത് വെച്ചാൽ എനിക്ക് ഓർത്ത് വെക്കുക. അതേപോലെ നിങ്ങൾ പറഞ്ഞ സിമിലർ കേസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കണക്ട് ചെയ്ത് പറഞ്ഞാൽ വെച്ചിട്ട് അത് കണക്ട് ചെയ്യണം കേട്ടോ. പിന്നീട് അത് പഠിക്കേണ്ട. അതാ ഞാൻ പറയുന്നത്. കണക്ട് ചെയ്ത് വെച്ചാൽ പഠിക്കേണ്ട, പിന്നീട് റിവൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ സെറ്റ് ആയിക്കോളും. വിദ്യ സഹോദരന് കൂടുതലാണ്. ഓക്കെ അല്ലേ. ഇനി പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് അല്ലെ. ചാവറ അച്ഛനാണ് പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടത്. ചാവറ അച്ഛനാണ് പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടത്. അതേപോലെ ആത്മാനുതാപമില്ലേ, അതും അച്ഛനല്ലായിരുന്നോ? അത് ഓർത്തു വെക്കണേ. ഓക്കെ, അടുത്തത് ആത്മോപദേശ ശതകമാണെങ്കിൽ ശ്രീനാരായണ ഗുരു ഉപദേശിക്കുന്ന ഗുരു അല്ലെ. ആത്മാനുതാപം ചാവറയച്ചൻ. പിടിയേരി സമ്പ്രദായം ചാവറയച്ചൻ. ഓക്കെ, ഇനി മുത്തുക്കുട്ടി സ്വാമി എന്നറിയപ്പെടുന്നത് ആരാണ്? മുത്തുക്കുട്ടി സ്വാമി എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. സമത്വ സമാജം 1836. അതേപോലെ ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ചാനാർ ലഹളയ്ക്ക് ഒരു ഉത്തരം കിട്ടിയത് 1859 ചാനാർ ലഹള നടന്ന വർഷം ചോദിച്ചാൽ 1859. പക്ഷെ റയറായിട്ട് PSC ഒരു തവണ ചോദിച്ചു ഈ ചാനാർ ലഹള സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? 1822 കേട്ടോ. മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഏതാ? മിതവാദി അല്ലെ. മിതവാദിയാണ് തീയരുടെ ബൈബിൾ. മിതവാദി. എന്നാൽ തിരുവിതാംകോട്ടെ തീയൻ ഓർമ്മയുണ്ടോ? നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ട് വന്നത്. തിരുവിതാംകോട്ടെ തീയൻ ആരാ? ഡോക്ടർ പൽപു ആണ്. തിരുവിതാംകോട്ടെ തീയൻ ഡോക്ടർ പൽപു. പിന്നെ തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മിതവാദിയുമാണ്. റെഡി അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. അപ്പൊ ഈ പറഞ്ഞ സെറ്റ്, ലാസ്റ്റ് പറഞ്ഞ സെറ്റ് ഒരു തവണ കൂടെ കേൾക്കണേൽ ഒന്ന് ബാക്ക് അടിച്ച് കേട്ടിട്ട് വരിക. ഒരു പ്രോബ്ലം ഇല്ല. ഫുള്ള് സെറ്റ് ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ പറ്റും. പിന്നെ റിപ്പീറ്റ് കേൾക്കുമ്പോൾ സൂപ്പർ ഫീൽ തോന്നും, പിന്നെയും പഠിക്കാൻ തോന്നും കേട്ടോ. ഓക്കെ, ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ ഒരു സമയം കൊണ്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ഒരു സമയം കൊണ്ട് ഒന്ന് പോസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരണം. അല്ലെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നടന്നിട്ട് വരണം. അല്ലെ ഈ സ്ക്രീനിൽ നമ്മൾ നോക്കിയിരുന്നതിന് പകരം കുറച്ച് നേരം ദൂരെ നോക്കിയിരിക്കണം. അപ്പൊ കണ്ണിനും ഫ്രീ ആണ്. അപ്പൊ നമ്മുടെ ആരോഗ്യം കിട്ടും. നമുക്ക് സെറ്റായിട്ട് പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു ആത്മവിശ്വാസം റിവൈസ് ചെയ്ത് കിട്ടുമ്പോൾ അതും കിട്ടും. ആരോഗ്യം മസ്റ്റ് ആണ് കേട്ടോ. ശരി, അപ്പം പോസ് ചെയ്ത് അത് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് പോവുകയാണെ. ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ചേതനം, വേദാധികാര നിരൂപണം, ആദിഭാഷ, പ്രാചീന മലയാളം, ഇതൊക്കെ ആരുടേതാണ്? ഓക്കെ, ആരുടേതാ? ചട്ടമ്പി സ്വാമികൾ അല്ലെ. ചട്ടമ്പി സ്വാമികളാണ്. ഓർത്തു വെച്ചോണേ, ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലം എവിടെയാണ്? ചട്ടമ്പി സ്വാമിയുടേത് പന്മന. ഓക്കെ, സോറി, പന്മനയാണ് ചട്ടമ്പി സ്വാമികളുടേത്. പന്മനയാണ്. ഓർത്തു വെച്ചോണം. റെഡി അല്ലേ? നിജാനന്ദ വിലാസം, നീജന ചട്ടമ്പി. ഓർത്തോണേ, ചട്ടമ്പി സ്വാമിയുടെ നിജാനന്ദ വിലാസം.
ഇനി ആദിഭാഷ എന്ന കൃതിയുടെ കർത്താവ് ആര്? ആദിഭാഷ, പ്രാചീന മലയാളം, ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത നിരൂപണം, വേദാധികാര നിരൂപണം, ഇതൊക്കെ ആരുടേതാ? ചട്ടമ്പി സ്വാമികളുടേതാണ്. നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമികളുടേതാണ്. ഓക്കെ അല്ലേ? ഇനി ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി മാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ആരാത്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അല്ലെ? കാൾ മാർക്സിന്റെയും ഗാന്ധിജിയെ പറ്റി ഒക്കെ ആദ്യം എഴുതിയത് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടും. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം അല്ലെ? അപ്പം പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ നടത്തി വന്നിരുന്ന പത്രം ഈ കൂട്ടത്തിൽ ഏതാ? ഉടമസ്ഥതയിൽ സ്വദേശാഭിമാനിയാണ് കേട്ടോ. സ്വദേശാഭിമാനിയാണ്, അത് ഓർത്തു വെച്ചോണം. ഇനി ഈ സ്വദേശാഭിമാനി പത്രം ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് PSCക്ക് കേട്ടോ. സ്വദേശാഭിമാനി പത്രം ഇതിന്റെ ഉടമസ്ഥൻ ഓണറിനെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അത് ബൈഹാർട്ട് ചെയ്തോളുമല്ലോ അല്ലെ? അതേപോലെ ഫസ്റ്റ് എഡിറ്റർ വേണ്ടേ? ആദ്യ പത്രാധിപർ ആരായിരുന്നു? ആദ്യ പത്രാധിപർ ആരാ? CP ഗോവിന്ദപിള്ളയാണ്. ഓക്കെ, ആദ്യത്തേത് CP ഗോവിന്ദപിള്ള. ആദ്യത്തേത് CP ഗോവിന്ദപിള്ള. രണ്ടാമത്തെ ആളാണ് വന്ന് ഹിറ്റായി ആ പേരും കൊണ്ടേ പോയത്. ആരാത്? രാമകൃഷ്ണപിള്ള. രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നതിനുപരി സ്വദേശാഭിമാനി അല്ലെ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അഞ്ചുതെങ്ങിൽ നിന്നാണ് ഇതിന്റെ ആദ്യത്തെ പത്രം അല്ലെ വന്നു തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 50 ടൈംസിൽ കൂടുതൽ റിപ്പീറ്റഡ് ആണ് ഇത്രയും ചോദ്യങ്ങൾ. ഇത് പോസ് ചെയ്ത് വെച്ച് പഠിച്ചിട്ട് മുന്നോട്ട് പോയാലും കുഴപ്പമില്ല, ഒന്നുകൂടെ ബാക്ക് അടിച്ച് കേട്ടാലും കുഴപ്പമില്ല. അപ്പം സ്വദേശാഭിമാനി പത്രത്തിന്റെ ഓണർ ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലെ? ആദ്യത്തെ എഡിറ്റർ ആരാ? ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. രണ്ടാമത്തേത് ആരാ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. CP ഗോവിന്ദപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. CP ഗോവിന്ദപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. CP ഗോവിന്ദപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. CP ഗോവിന്ദപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കും കേട്ടോ. ഇത്രയും കേട്ടിട്ടുണ്ട്, കിട്ടിയിരിക്കും. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ആരുടെയാ? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭനാണ്. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാ? മന്നത്ത് പത്മനാഭൻ. 1907 തലശ്ശേരിയിൽ നിന്നും മൂർക്കോത്ത് കുമാരൻ എഡിറ്റർ ആയിട്ട് നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണം ഏതാ? മൂർക്കോത്ത് കുമാരൻ്റെത് മിതവാദി അല്ലെ? മൂർക്കോത്ത് കുമാരൻ്റെത് നേതൃത്വത്തിൽ അല്ലെങ്കിൽ എഡിറ്റർ ആയിട്ടുണ്ടായിരുന്ന ഏതാ? മിതവാദിയാണ്. ഓർത്തു വെച്ചോളൂ, തലശ്ശേരിയിൽ നിന്നും. ഓക്കെ, മൂർക്കോത്ത് കുമാരൻ, മൂർഖന്റെ തല വെച്ചത് ഓർത്തു വെച്ചോണം. ഇതെല്ലാം PYQ ആണ്. എവിടെ നിന്നായിരുന്നു എന്നുള്ളത് PYQ ആണ്. തലശ്ശേരിയിൽ നിന്ന്. മൂർക്കോത്ത് കുമാരൻ, മൂർഖന്റെ തല ഓർത്താൽ മതി. അപ്പം മൂർക്കോത്ത് കുമാരൻ തലശ്ശേരി കേട്ടോ. പ്രസിദ്ധീകരണം ഏതാ? മിതവാദിയാണ് അല്ലെ? മിതവാദിയാണ്. മൂർക്കോത്ത് കുമാരന്റെ നേതൃത്വത്തിൽ മിതവാദിയാണ്. അപ്പൊ അതേപോലെ ഓർത്തു വെച്ചോണം, സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. രണ്ടാമത്തേത് ആരാ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മിതവാദിയുടേത് ഓർത്തു വെച്ചോണം, മൂർക്കോത്ത് കുമാരൻ, തലശ്ശേരിയിൽ നിന്നും 1907 കേട്ടോ. ദേ ഒരു അൽ അമീൻ വന്ന് കിടക്കുന്നു. അൽ അമീൻ റിവൈസ് ചെയ്യാൻ നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കണേ. മീൻ, ഓക്കെ, മാൻ, മാനും മീനും പറഞ്ഞു എന്തുവായിരുന്നു? അബ്ദുൾ റഹ്മാൻ അല്ലെ? അബ്ദുൾ റഹ്മാൻ. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോണം. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഈ കൂട്ടത്തിൽ ഏതാണ്? ഏതാ? കണ്ണീരും കിനാവുമാണ്. ഓക്കെ, VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. ഓർത്തു വെച്ചോളൂല്ലോ. അതേപോലെ ഇനിയും ഉണ്ട്. എന്തൊക്കെയായിരുന്നു? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആണല്ലോ. പിന്നെ സ്റ്റുഡൻസിന്റെ ഒക്കെ പഠനത്തിന് വേണ്ടി ധനം സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള യാത്ര ഏതായിരുന്നു? യാചന യാത്രയുമായിരുന്നു അല്ലെ? 1931. റെഡി അല്ലേ? പിന്നെ അടുത്ത് സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സഹോദര പ്രസ്ഥാനം, ജാതി വേണ്ട മതം വേണ്ട എന്നൊക്കെ പറഞ്ഞതില്ലേ അല്ലെ? സഹോദരൻ അയ്യപ്പൻ. ഇവിടെ തപ്പിയിട്ട് കാണുന്നില്ലല്ലേ? K അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ, മറക്കല്ലേ. അപ്പൊ സഹോദര പ്രസ്ഥാനം K അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പനാണിത്. മിശ്ര ഭോജനം K അയ്യപ്പനാണ്, സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. അതേപോലെ വിദ്യാഭൂഷണി, ഇതും ഓർത്തു വെച്ചോളൂ. വിദ്യാഭൂഷണി ഇമ്പോർട്ടന്റ് ആണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഓർമ്മയുണ്ടോ? ആനന്ദ മഹാസഭ. ആനന്ദ മഹാസഭ ഓർത്തു വെച്ചോണേ. ആനന്ദ മഹാസഭയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേത്. റെഡിയല്ലേ? 1918. ആനന്ദ മഹാസഭ 1918 ആനന്ദ മഹാസഭ 1918. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ. റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ലേ? ഓക്കെ, ഈ സന്ദേശം ആരുടേതാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആരുടേതാ? വാഗ്ഭടാനന്ദന്റേതാണ് അല്ലെ? ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ. ഓക്കെ,
വാഗ്ഭടാനന്ദൻ. അപ്പം ഉണരുമ്പോഴേ എന്താ പറയുക, അഖിലേശ്വരനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വാക്കുകൾ തുടങ്ങേണ്ടത് എന്ന് ഓർത്തോണം അല്ലെ. നമ്മൾ മിക്കവാറും എല്ലാവരും അങ്ങനെ, നിങ്ങളും അങ്ങനെ ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഇനിയിപ്പോ എയ്ത്തിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളോടും പറയാം, ഒന്നുമില്ലെങ്കിലും ഉണർന്നു കഴിയുമ്പോൾ ആദ്യം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഞാൻ ഇന്നതാണ്, എൻ്റെ കഴിവുകൾ ഇന്നതൊക്കെയാണ്, എനിക്ക് ഇന്നതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ കുറവുണ്ടെന്ന് മനസ്സിൽ തോന്നിയാൽ ഇത് പറഞ്ഞൊരു ദിവസം തുടങ്ങിയാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. നമുക്ക് GK മാത്രമല്ല, സൂപ്പർ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നിടം മനസ്സുകൊണ്ട് തന്നെ സ്വർഗ്ഗമാക്കി എടുക്കുന്ന ആൾക്കാരായി മാറണമെങ്കിൽ ചെറിയ 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 ചേഞ്ചസ് വരുത്തി തുടങ്ങിയ മാറ്റം വരും. ഇപ്പം ഓർത്ത് വെച്ചോണം, നമ്മൾ ഉണർന്നു തുടങ്ങുമ്പോഴേ നമുക്ക് എന്തൊക്കെയുണ്ടോ ഇതെല്ലാം എനിക്കുണ്ട്, നന്ദി എന്ന് പറഞ്ഞു തുടങ്ങണം ആ ദിവസം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ദൈവത്തിനോട് നന്ദി പറയാം. ഇനിയിപ്പോൾ എയ്ത്തിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതെല്ലാം എനിക്കുണ്ട്, ഐ എം സോ ബ്ലെസ്ഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളതിനൊക്കെ വാല്യൂ തോന്നി തുടങ്ങും കേട്ടോ. ഭയങ്കര സന്തോഷമായി തുടങ്ങും. അപ്പൊ ഇത് ഓർത്തോണം, അഖിലേശ്വരനെ സ്മരിപ്പിൻ വാഗ്ഭടാനന്ദനാണ്. റെഡി? ഇനി ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് അല്ലെ? ആത്മസുഖം കിട്ടണം, നല്ല വാക്കുകൾ പറഞ്ഞാൽ മതി. വാഗ്ഭടാനന്ദൻ അല്ലെ. ഉണരുമ്പോഴേ അഖിലേശ്വരനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം വാക്കുകൾ എന്നുള്ളത് വാഗ്ഭടാനന്ദൻ. അതേപോലെ മല പോലെ ഉറച്ചു നിൽക്കണം, വാക്ക് കൊടുത്താൽ മലബാർ ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദൻ. ഇത്ര ഓർത്ത് വയ്ക്കത്തില്ലേ? വാഗ്ഭടാനന്ദൻ ജന്മം നൽകിയ പ്രസ്ഥാനം ഈ കൂട്ടത്തിൽ ഏതാണ്? റിപ്പീറ്റഡ് അല്ലേ? ആത്മവിദ്യാ സംഘമാണ് അല്ലെ. ആത്മവിദ്യാ സംഘം. ഓക്കെ. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിൽ എവിടെയാണ്? എവിടെ? പാട്യമാണ്. ഓക്കെ. വാക്കുകൾ കൊണ്ട് പാട്ട് പാടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഇത് ഒന്നുകൂടെ കേട്ടപ്പോൾ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇനി ഓർത്തിരിക്കുന്നുള്ള കോൺഫിഡൻസ് തന്നില്ലേ? ഓക്കെ. വാക്കുകൾ കൊണ്ടാണ് പാട്ട് പാടുന്നത്. മൂളാം, പക്ഷെ പഠിക്കാൻ വേണ്ടി പറയാം കേട്ടോ. വാക്കുകൾ കൊണ്ട് പാട്ട് പാടുന്നു എന്ന് ഓർത്തോണേ. വാക്കുകൾ കൊണ്ട് പാട്ട് പാടുന്നു. ജന്മസ്ഥലം വാഗ്ഭടാനന്ദന്റെ പാട്യമാണ്. ഇനി ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് ഈ കൂട്ടത്തിൽ ഏതാണ്? അയ്യങ്കാളി അല്ലെ. കല്ലുമാല സമരം, പുലയ ലഹള, ഊരുട്ടമ്പൽ ലഹള അല്ലെ. ഇതൊക്കെ ആരാണ് നേതൃത്വം നൽകിയത്? അയ്യങ്കാളിയാണെന്ന് ഓർത്തോണം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാ? അയ്യങ്കാളി. റിപ്പീറ്റഡ് ആണ്. അയ്യങ്കാളിയുടെ മുന്നേ ഒരു പേരൂടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, മഹാത്മാ അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളി കേട്ടോ. ഇനി കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും സ്കൂൾ പ്രവേശനം ലഭിക്കാനും വേണ്ടി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചത് ആരാണ് ഈ കൂട്ടത്തില്? ആരാണ്? അയ്യങ്കാളി. ഓർത്തു വെച്ചോണേ, ഇത് റെയർ ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് മാറിയിട്ടുണ്ട്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. എന്തൊക്കെയാ? പുലർക്ക് വഴി നടക്കാനും സ്കൂൾ പ്രവേശനത്തിനും അയ്യങ്കാളി. ഇനി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും ശ്രീലങ്കയിലത്തെ ഒക്കെ ചോദിച്ച ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ അല്ലേ. അടുത്തത്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, ഇങ്ങനെ പറഞ്ഞത് ആരാ? ശ്രീനാരായണ ഗുരു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞത് ആരാ? ശ്രീനാരായണ ഗുരു. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാ? സഹോദരൻ അയ്യപ്പൻ. ഓക്കെ അല്ലേ. ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ചാനാർ ലഹള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മേൽമുണ്ട് സമരം അല്ലെ, മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെടുന്ന ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമികൾ. PS ചോദിക്കും ചാനാർ ലഹള നടന്നത് എപ്പോഴാണ്? 1859. ഓക്കെ അല്ലേ. ശരി. പക്ഷെ ഈ വർഷം വൈകുണ്ഠ സ്വാമി ജീവിച്ചിരിപ്പില്ല, എന്നാലും നേതൃത്വം നൽകിയത് ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ. ഇനി ഒരു റെയർ ചോദ്യം എന്താ? ഈ ചാനാർ ലഹള അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം തുടങ്ങിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തത് 1822. ഓക്കെ. എന്നാൽ ഇതിന് മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ രാജാവ് ആരാണ്? ഇവർക്കൊരു ഉത്തരം കൊടുത്തത് ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം തിരുനാളാണ് കേട്ടോ. ഉത്തരം തിരുനാളുമാണ്. റെഡി? ഓക്കെ. അടുത്ത, അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാ? മഹാത്മാ അയ്യങ്കാളി പുലയ രാജാവ് എന്ന് വിളിച്ചത് ആരാ? മഹാത്മാഗാന്ധിയാണ്. SNDPയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സുപ്രസിദ്ധ കവിയായിരുന്ന വ്യക്തി ആരാണ്? ആരാ? കുമാരനാശാനാണ് അല്ലെ. വിവേകോദയം, കുമാരനാശാൻ. ഓർത്തു വെച്ചോണം. റെഡി? ഇനി അടുത്തത്, കേരളത്തിലെ നവോത്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് ആരാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു. ഓക്കെ. അപ്പം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു. ഇമ്പോർട്ടന്റ്, റിപ്പീറ്റഡ്. പഠിച്ചിട്ട് ഇതിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ. അടുത്തത്, ചെത്തരുത് കുടിക്കരുത്, മദ്യം വിഷമാണ്. ഈ ഉപദേശം ആരുടേതായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അരിപ്പുറം വിപ്ലവം എന്ന പേരിൽ പ്രസിദ്ധമായ സംഭവം ഏതാണ്? ഏതാ? ശ്രീനാരായണ ഗുരുവിന്റെ
ശിവലിംഗ പ്രതിഷ്ഠയായിരുന്നു അല്ലെ? ശ്രീനാരായണ ഗുരുവിന്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. അതേപോലെ ഒരു PYക്ക് ചോദിക്കട്ടെ, സർവമത സമ്മേളനം നടന്ന വർഷം 1924. റിവിഷൻ ആണ് കേട്ടോ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആരായിരുന്നു? ഇവിടെ ശ്രീനാരായണ ഗുരുവാണ്. അടുത്തതിലോട്ട് പോവുക. മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ള കിടിലൻ സംഭവം പറഞ്ഞത് ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം കൂടെ ഓർത്തോണേ. സമാധിയായ വർഷം എല്ലാവരുടെയും പഠിച്ചു വെച്ചില്ലേലും ചിലവരുടെ ചോദിച്ചിട്ടുണ്ട്, അത് പഠിച്ചിരിക്കണം. 1928 സമാധിയായ വർഷം. 1928 സമാധിയായ വർഷം. 1928. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം റിപ്പീറ്റഡ് ചോദ്യമാണ്. ചെമ്മഴന്തി. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി സവർണ ജാഥ നയിച്ചതാര? മന്നത്ത് പത്മനാഭൻ. നാഗർകോവിൽ നിന്നും സംഘടിപ്പിച്ചതാര? ME നായിഡു. നാഗർകോവിൽ നായിഡു. ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിച്ച പത്രം അവിടെ കട്ടായി കിടക്കുവാണ്. അപ്പൊ ഇതൊന്ന് കേട്ടോണേ. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? കേരള കൗമുദിയാണ്. ഓക്കെ, ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിച്ച പത്രം കേരള കൗമുദിയാണ്. ഇനി അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ ആണോ? അപ്പം അദ്വൈതാശ്രമം സ്ഥാപിച്ചിരുന്നത് ശ്രീനാരായണ ഗുരു. ഓക്കെ, അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരു. ഇനി ജീവിതാന്ത്യത്തിൽ ശ്രീനാരായണ ഗുരു ധരിച്ച വസ്ത്രം ഏതാ? ഇതിലൊന്നും ഇല്ലല്ലോ, വൈറ്റ് അല്ലായിരുന്നോ? അപ്പൊ ഓർത്ത് വെച്ചോണം, മഞ്ഞ വസ്ത്രം തുടക്കത്തിൽ തന്നിട്ടുണ്ട്, ട്രാപ്പാണ്, ഓർത്തോണം, ഇവയൊന്നും അല്ല. ഇനി ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? നായർ. അപ്പൊ നമ്മൾ എത്ര പേരുടെ ഇങ്ങനെ കണ്ടു? VT ഭട്ടതിരിപ്പാടിന്റെ കണ്ടു അല്ലെ? ഏത് സമുദായത്തിലാണ് ഇതേപോലെ പരിഷ്കരണ പ്രവർത്തനം നടത്തിയത്? നമ്പൂതിരി സമുദായം, VT ഭട്ടതിരിപ്പാട്. ചട്ടമ്പി സ്വാമികളുടെ പറയുമ്പോൾ നായർ സമുദായം. ചട്ടമ്പി സ്വാമികളുടേത് നായർ സമുദായമാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടേത് നായർ സമുദായമാണ്. ഓക്കെ അല്ലേ? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഈ വരികൾ ആരുടേതാണ്? ആരുടേതാ? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് അല്ലെ? ഓക്കെ. ഇനി കേരളീയ നവോത്ഥാനത്തിന്റെ പിതാവ്, ഒരു 100 തവണയോളം ഇപ്പൊ നിങ്ങളും കേട്ടു, ശ്രീനാരായണ ഗുരുവാണ്. അടുത്തത് പട്ടിണി ജാഥ നയിച്ചത് ആര്? അതെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനുമായിട്ടുള്ള ഈ വ്യക്തി ആരാ? AKG. ഓക്കെ, പട്ടിണി ജാഥ 1936. പട്ടിണി ജാഥ 1936. അതേപോലെ വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ടുള്ള യാചന യാത്ര 1931. VT ഭട്ടതിരിപ്പാട് കേട്ടോ. VT ഭട്ടതിരിപ്പാട് ഓർത്തു വെച്ചോണം. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് ആരാണ്? AKG ആണ്. AK ഗോപാലൻ ആണ്. ഓക്കെ, AKG ആണ്. അടുത്തത് ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ, ഓക്കെ, വെണ്ണീജന്റെ ഭരണമെന്നും വെളുത്ത ഡെവിൾ എന്നും വിളിച്ച വ്യക്തി ആരാണ്? ഓക്കെ, വിളിച്ച വ്യക്തി ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ? അപ്പൊ ആ സമയത്തെ തിരുവിതാംകൂറിലെ ഉൾപ്പെടെ രാജാക്കന്മാരുമായിട്ടൊക്കെ പ്രശ്നമായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. ഇത് ഓർത്ത് വെച്ചോണം. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ, വെണ്ണീജന്റെ ഭരണമെന്ന് ബ്രിട്ടീഷുകാരെ നീജന്റെ ഭരണമെന്ന് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെയും പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അല്ലെ? ചാവറാച്ചനാണ് സാക്ഷരതയുടെ പിതാവ്. അതേപോലെ റിവിഷൻ ഓർത്തെ, പിടിയേരി സമ്പ്രദായം ചാവറാച്ചനായിരുന്നു അല്ലെ? പിന്നെ ആത്മാനുതാപവും ചാവറാച്ചൻ്റെതായിരുന്നു. എത്ര ഓർത്ത് വെച്ചോണേ? CMIയും CMCയും സ്ഥാപിച്ച ചാവറ അച്ഛനാണ് കേട്ടോ. അത് നമുക്ക് മറ്റൊരു ടോപ്പിക്സിൽ എടുക്കാമേ. ഇനി കേരളത്തിലെ ഏത് ആത്മീയ ഗുരുവിന്റെ ജീവചരിത്രമാണ് 23 ഭാഷയിൽ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി തീരുമാനിച്ചത്? ആരുടെയാ? ശ്രീനാരായണ ഗുരുവിൻ്റെത്. താഴെ പറയുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ്? ഏതാ? ആത്മോപദേശ ശതകം. കണ്ടോ? ഓക്കെ അല്ലേ? അത് ഉപദേശിക്കുന്നവര് ഗുരുവാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ വരും, സൂപ്പറായിട്ട് വരും, ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കാണുമ്പോൾ അല്ലെ? പിന്നെ അഖിലത്തിരുട്ട്, അരൽനൂല്, ഇതൊക്കെ ആരുടെയാ? വൈകുണ്ഠ സ്വാമികളാണ്. അഖിലത്തിരുട്ട്, അരൽനൂലൊക്കെ വൈകുണ്ഠ സ്വാമികളുടേതാണ്. അതേപോലെ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം അല്ലെ, ആദിഭാഷ എന്നൊക്കെയുള്ള, അതേപോലെ ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത നിരൂപണം, ഇതൊക്കെ ആര് പറഞ്ഞു? ആരുടേതാ? ചട്ടമ്പി സ്വാമികളുടേതാണ് അല്ലെ? സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, ആര് പറഞ്ഞതാ ഇത്? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? റിപ്പീറ്റഡ് ആയത്, ഇപ്പൊ ഇത് 2-3 തവണ തന്നെ നമ്മൾ കേട്ടു. യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാ? അതും ആരാ? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? അടുത്തത് കുമാരനാശാൻ അദ്ദേഹത്തിന്റെ വീണപൂവ് രചിച്ചത് എവിടെ വെച്ചാണ്? എവിടെ?
ജൈനമേട് മൈതാനമാണ് അല്ലെ. വീണപൂവ് ഓർത്തു വെച്ചോണം. ഈ വീണപൂവ് ആരുടേതായിരുന്നു എന്നുള്ളത് റിപ്പീറ്റഡ് ചോദ്യമാണ്. വീണപൂവ് കുമാരനാശാൻ, വീണപൂവ് കുമാരനാശാൻ, ജൈനമേട്. ഇനി മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേരെന്തായിരുന്നു? നായർ സമുദായ ഭൃത്യ ജനസംഘം. ഓക്കെ, നായർ സമുദായ ഭൃത്യ ജനസംഘം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇത്? PYQ ആയിട്ട് നമ്മൾ തുടങ്ങിയപ്പോഴും പറഞ്ഞിട്ടാ വന്നത് അല്ലേ? അപ്പൊ നായർ ഭൃത്യ സംഘം, നായർ ഭൃത്യ ജനസംഘം ആരുടേതായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മൾ തുടങ്ങിയപ്പോൾ അത് പറഞ്ഞിട്ടാ വന്നത്. അത് മന്നത്ത് പത്മനാഭൻ, അത് തന്നെയാണ് ഇത് കേട്ടോ. ഓക്കെ, ശരി. അടുത്തത്, നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് നേതാവ് ആരാണ്? ആരാണ് ആ നേതാവ്? മന്നത്ത് പത്മനാഭൻ തന്നെ അല്ലേ? അത് മന്നത്ത് പത്മനാഭനാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താ? ഇത് ഇവിടെ തന്നിട്ടുണ്ട്, കുഞ്ഞൻ പിള്ള, അയ്യപ്പൻ എന്നും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചട്ടമ്പി സ്വാമികളുടെ ഒന്ന് റിവൈസ് ചെയ്തോണം. ചട്ടമ്പിയ, കാരണം ചിന്തകൾ കണ്ടില്ലേ, ചട്ടമ്പിയാണ് അവന്റെ അല്ലേ? അപ്പം അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളാണ്. അത് ഓർത്തു വെച്ചോളൂല്ലോ. ചിന്ത കണ്ടില്ലേ, ചട്ടമ്പികളുടെ ചിന്തയാണ് അത് എന്നൊക്കെയാണ് ഓർത്തു കഴിഞ്ഞാൽ അദ്വൈത ചിന്താ പദ്ധതി ഓർത്തു വെക്കാം. ഓക്കെ അല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം, ഒത്തിരി ആയി അല്ലെ? വലിച്ചു നീട്ടി പറഞ്ഞില്ലേ? ഇതങ്ങ് ഓർത്തോണം, വലിച്ചു നീട്ടിയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം എന്നിങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, ഇതെല്ലാം തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാലോ? തമിഴിൽ പറഞ്ഞത് ആരായിരുന്നു? തൈക്കാടയ്യാണ്. ഓക്കെ, തൈക്കാടയ്യാണ്. ജാതി വേണ്ട, മതം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞതല്ല, വേണ്ട വേണ്ട വേണ്ട, എല്ലാരും ബ്രോയാണ്. അത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ ഇത് മൂന്നെണ്ണം നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ബാക്ക് അടിച്ചാലും കേട്ടത് ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ, ഓക്കെ, അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക ഏതാ? അൽ ഇസ്ലാം ആണ്. ഓക്കെ, അൽ ഇസ്ലാം ആണ് അറബി മലയാളം. അൽ ഇസ്ലാം. ഓക്കെ, അൽ ഇസ്ലാം അറബി മലയാളം. മുസ്ലിമും ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമാണ് അല്ലെ? ഓർത്തു വെച്ചോളൂല്ലോ. അൽ അമീൻ ആരുടെയായിരുന്നു? അബ്ദുറഹ്മാൻ മാൻ മീൻ. അൽ ഹിലാലോ? മൗലാന അബ്ദുൽ കലാം ആസാദും ഓർത്തോണം. അൽ ഇസ്ലാം അറബി മലയാളമാണ്. അൽ ഇസ്ലാം അറബി മലയാളം. അൽ ഇസ്ലാം അറബി മലയാളമാണ്. മുസ്ലിമും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണമാണ്. പക്ഷെ അറബി മലയാളം ഏതാന്ന് ചോദിച്ചാൽ അൽ ഇസ്ലാം ആണ്. ഓക്കെ അല്ലേ? ഇനി സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആരാ? വൈകുണ്ഠറാണ് അല്ലെ? അയ്യ വൈകുണ്ഠറാണെന്ന് ഓർത്തോണം. സമ്പൂർണ്ണ ദേവൻ. അഖിലത്തിരുട്ട്, അൽനൂല്, ഇതൊക്കെ ആരുടെ? അയ്യ വഴി, ഇതൊക്കെ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടത്. അതേപോലെ വെണ്ണീജന്റെ ഭരണം, വെളുത്ത ഡെവിൾ, വൈറ്റ് ഡെവിൾ എന്ന് പറഞ്ഞതും ആരാ? വൈകുണ്ഠ സ്വാമികളാണെന്ന് ഓർത്തു വെച്ചോളൂ. സമ്പൂർണ്ണ ദേവനാണ് വൈകുണ്ഠ സ്വാമികൾ. സർവ്വ വിദ്യാധിരാജൻ എന്ന് പറഞ്ഞാൽ അതാരാ? ചട്ടമ്പി സ്വാമികളാ. അപ്പൊ അത് കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ട് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതാ. സർവ്വ വിദ്യാധിരാജൻ ചട്ടമ്പി സ്വാമികൾ, സമ്പൂർണ്ണ ദേവൻ വൈകുണ്ഠർ. ഓക്കെ, ഇനി വെളുത്തേരി കേശവൻ വൈദ്യൻ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു? അത്യാവശ്യം റെയർ ആൻഡ് ടഫ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ആരുടെ ആയിരുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ ആയിരുന്നു. ഓക്കെ, അപ്പം വെളുത്തേരി കേശവൻ വൈദ്യർ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനിൽ ഒരാളായിരുന്നു. അദ്വൈത ദീപിക രചിച്ചത് ആരാണ്? ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അദ്വൈത ചിന്താ പദ്ധതി ഉണ്ട് വേറെ. അദ്വൈത ചിന്താ പദ്ധതി, അത് ചിന്ത കണ്ടോ? ചട്ടമ്പിയ, അതായിരുന്നു നമ്മൾ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്. ഓക്കെ, നോർമൽ ഗതിയിൽ പഠിച്ചു പോകുന്ന ഒരാൾ ഇത് തെറ്റിക്കും, അതിലൊരു സംശയം വേണ്ട. അതിനാ ഓപ്ഷൻ എയിൽ PSC തന്നേക്കുന്നത്. കേട്ടോ, അദ്വൈത ചിന്താ പദ്ധതി വരുമ്പോഴാ ചട്ടമ്പി സ്വാമി. ചിന്ത കണ്ടോ? ചട്ടമ്പിയ. അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരു. നിങ്ങളെ ഇതെല്ലാം ഹെൽപ്പ് ചെയ്തിരിക്കും ഉറപ്പ്. അടുത്തത്, ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി ആരാണ്? കുമാരൻ ആശാനാണ്. ഇനി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കേരളത്തിൽ കണ്ടുമുട്ടിയ സ്ഥലം ഏതാണ്? ഏതാ? ശിവഗിരിയാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കേരളത്തിൽ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരിയാണെന്ന് ഓർത്തോണം. ആരുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് തർജ്ജമയാണ് മൈ ടിയേഴ്സ് മൈ ഡ്രീം? മൈ ടിയേഴ്സ് മൈ ഡ്രീം, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കേ. മൈ ടിയേഴ്സ് മൈ ഡ്രീം, കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടാണ് അല്ലെ? ഓക്കെ, അപ്പോ നമ്മൾ അടുത്ത സെറ്റിലോട്ട് പോകുക. ഈ ഒരു സെറ്റ് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒത്തിരി റെയർ ചോദ്യങ്ങളും കിട്ടും, ബാക്കി നല്ലപോലെ റിവൈസ് ചെയ്ത് വെക്കാനും പറ്റും. ഓക്കെ, അപ്പം ഈ ടൈം കൊണ്ടും നിങ്ങൾ ഒന്ന് ഇച്ചിരി വെള്ളം കുടിക്കുക, ഒന്ന് നടന്നിട്ട് വരിക, തിരിച്ചുടനെ എത്തണം. ഇതൊന്നും നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം നമുക്ക് കണ്ണ് വേണം, മൈൻഡ് വേണം, ഹെൽത്ത് വേണം. പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നാൽ മൈൻഡ് ഫ്രീ ആവല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ഫീൽ വരരുത്. നമ്മുടെ ക്ലാസ്സിൽ അത് വരാനേ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹെൽത്ത് ഫസ്റ്റ്, മൈൻഡ് ഫസ്റ്റ് ആണ്. രണ്ടും ഫസ്റ്റ് ആണ്. അതുകൊണ്ട് ഒന്ന് പോസ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ഒന്നുകൂടി ഇത് വന്ന് കാണണം. അപ്പോഴത്തേക്ക് നല്ല റിവിഷൻ കിട്ടും. ഓക്കെ, അപ്പം 1898
ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ കോഴിക്കോട് സ്ഥാപിച്ചത് ആരാണ്? ആരാ? അയ്യത്താൻ ഗോപാലനാണ്. ഹോം റൂൾ ഓർമ്മയുണ്ടോ? KP കേശവ മേനോന്. ഇല്ലേ? ഹോം റൂളിന്റെ ശാഖ മലബാറിൽ ആരംഭിച്ചത് ആരായിരുന്നു? KP കേശവ മേനോൻ. ഹോം റൂൾ KP കേശവ മേനോൻ. അതേപോലെ ബ്രഹ്മസമാജത്തിന്റേതോ? അയ്യത്താൻ ഗോപാലൻ. ഇത് രണ്ടും ചോദിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ തലത്തിലുള്ള സംഭവങ്ങളായതുകൊണ്ട് അത് കേരളത്തിൽ ഏതെങ്കിലും നവോത്ഥാന നായകർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഓർത്തോണേ, ബ്രഹ്മസമാജം KP കേശവ മേനോൻ, കേരളത്തില് മലബാർ. ഓക്കെ, എന്നാൽ ഹോം റൂൾ, ഓക്കെ, ഹോം റൂള് KP കേശവ മേനോൻ. ബ്രഹ്മസമാജത്തിന്റെ ആണെങ്കിൽ അയ്യത്താൻ ഗോപാലൻ. റെഡി? ഇനി അയ്യങ്കാളി യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായിട്ട് ആദ്യ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? എവിടെയാ? വെങ്ങാനൂരാണ്, അല്ലേ? അപ്പൊ ഇതേപോലെ ഓർത്തോണേ, ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്, കർഷകരെ കൂട്ടിയിട്ടുള്ള ഒരു സമരം സംഘടിപ്പിച്ചത് ആരായിരുന്നു? അയ്യങ്കാളിയായിരുന്നു. ഇതിനു മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ശിവയോഗ വിലാസം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ശിവയോഗ വിലാസം, ഓക്കെ, വാഗ്ഭടാനന്ദൻ. ശിവയോഗ വിലാസം വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം ഓർത്തോണം, വാക്കുകൾ കൊണ്ട പാട്ട്, പാട്യം, അല്ലെ? ശിവയോഗ വിലാസം, ഓക്കെ, ശിവയോഗ വിലാസം ഓർത്തു വെച്ചോണം, വാഗ്ഭടാനന്ദൻ. ശിവയോഗ വിലാസം വാഗ്ഭടാനന്ദൻ. കണക്ട് ചെയ്ത് വെക്കണം ഇത്. ഇപ്പൊ വാക്കുകൾ കൊണ്ട്, അല്ലെ, ആ വാക്കുകൾ എന്ന് പറഞ്ഞ വിലാസ അഡ്രസ്സിന്റെ വാക്കുകൾ ഒന്ന് പറഞ്ഞെന്നൊക്കെ ഉള്ളത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് അതിലും ബെറ്റർ കിട്ടുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മുടെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. ചിലതൊക്കെ ഞാൻ പറയുന്നത് ഒരു കുറെ പേർക്ക്, അതൊരു 90% പേർക്കായാലും ഒരു 10%-അതിൽ ചിലപ്പോൾ നിങ്ങളുടെ കോഡായിരിക്കും അത് വർക്കൗട്ട് ആകുന്നത്. ഇതേപോലെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള പല സ്റ്റുഡൻസിന്റെ കോഡുകളാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു ഓപ്പൺ സോഴ്സ് ക്ലാസ് ആണത്. അപ്പൊ ക്രെഡിറ്റ്സ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഒത്തിരിയും സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള സൂപ്പർ കോഡുകളാണ്. ഞാൻ തന്നെ, എനിക്കിന് ഒത്തിരി ഇഷ്ടപ്പെട്ടതുണ്ട്. പക്ഷെ അത് എന്റെ തലയിൽ ആദ്യം വന്ന് കാണത്തില്ല. അതേപോലെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് വരുന്ന കോഡുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കണം, ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആകട്ടെ. ഓക്കെ, ഇനി മൈസൂരിൽ ഭിഷഗ്വരൻ, എന്തായത്, ഡോക്ടർ ആയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആരാണ്? ഡോക്ടർ പൽപു. സിമ്പിൾ അല്ലേ? ഓക്കെ, കേരളീയ സമുദായത്തിലെ താലികെട്ട് കല്യാണം, ഓക്കെ, എന്ന ദുരാചാരത്തിനെതിരെ, സന്തോഷമായി കാണുമല്ലോ, ചെറുതായിട്ടൊന്ന് ആക്കുള്ളിക്കുക കേട്ടോ. അപ്പൊ എന്നീ ദുരാചാരത്തിനെതിരെ പോരാടിയത് ആരാണ്? താലികെട്ട് കല്യാണം. എന്താ പറയുക, ചെറുപ്രായത്തിലെ താലി കെട്ടിയിട്ട് പോകുന്ന സംഭവമാണ് ഈ താലികെട്ട് കല്യാണം. അതുകൊണ്ടാണ് ദുരാചാരം എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം ഇതിനെതിരെ പോരാടിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്, അല്ലെ? അടുത്ത്, കേരള പത്രിക എന്ന മാസികയുടെ എഡിറ്റർ ആയിരുന്ന, പത്രാധിപർ ആയിരുന്നത് ആരാണ്? ആരാ? K രാമകൃഷ്ണ പിള്ളയാണ്. കേരള പത്രിക K രാമകൃഷ്ണ പിള്ള. ഓക്കെ, K രാമകൃഷ്ണ പിള്ളയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അപ്പൊ കേരള പത്രിക K രാമകൃഷ്ണ പിള്ള, K പത്രിക K രാമകൃഷ്ണ പിള്ള. ഓക്കെ, K പത്രിക K രാമകൃഷ്ണ പിള്ള ഓർത്തോണം. ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യ പത്രാധിപൻ ആരാണ്? ഒരു ആത്മസുഖം കിട്ടണമെങ്കിൽ, അല്ലെ, ആത്മവിദ്യാ സംഘം, അതേപോലെ ശിവയോഗ വിലാസം, ഇതൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാന്ന് ഞാൻ പറഞ്ഞാലോ. ശിവയോഗ വിലാസം കുറച്ചുകൂടെ റിവൈസ് ചെയ്യണം, അതുകൊണ്ട് എഴുതുക കേട്ടോ. ശിവയോഗ വിലാസം, ശിവയോഗ വിലാസം, പിന്നെ ആത്മവിദ്യാ സംഘം, പിന്നെ ആത്മവിദ്യാ കാഹളം. അപ്പോഴേ കിട്ടിയില്ലേ, ആരാ? വാഗ്ഭടാനന്ദനാണ്, അല്ലെ? ഇനി യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിന്റെ അച്ചടി ആരംഭിച്ചത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാ? എറണാകുളമാണ്, അല്ലെ? യുക്തിവാദി ഓർത്തു വെച്ചോണം, യുക്തിവാദി. അടുത്തത്, ദക്ഷിണായനം എന്ന പുസ്തകം രചിച്ചത് ആര്? ഈ സെറ്റ് കുറച്ച് ടഫ് ആൻഡ് റെയർ പോയിന്റ്സ് ഉള്ളതാണ്. അത് വളരെ നല്ലതാണ്. നമുക്ക് ആ റെയർ പോയിന്റ്സ് ഒറ്റയ്ക്ക് കയറി വന്നാൽ ശരിയാകത്തില്ല. അത് നിങ്ങൾ പഠിക്കാൻ പോവുക. അപ്പൊ ദക്ഷിണായനം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആരാ? VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, അപ്പൊ ഒന്ന് ചുമ്മാ കണക്ട് ചെയ്യാൻ ഓർത്താൽ മതി. ചിലപ്പോൾ ദക്ഷിണ കൊടുക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്, അല്ലെ? ഭയങ്കര പാടാണ്. ദക്ഷിണ കൊടുക്കാൻ ഭയങ്കര പാടാണ്. ചുമ്മാ കണക്ട് ചെയ്യാൻ പറഞ്ഞ കേട്ടോ, ദക്ഷിണ കൊടുക്കണേ. അപ്പം ദക്ഷിണ കൊടുക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. ദക്ഷിണായനം VT ഭട്ടതിരിപ്പാട്, ദക്ഷിണായനം VT ഭട്ടതിരിപ്പാട്. ദക്ഷിണ കൊടുക്കാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. ഓക്കെ, ധർമ്മം ആരുടെ രചനയാണ്? ധർമ്മം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരു. ഓക്കെ, ഗുരുവിന്റെ ധർമ്മമാണ് നമ്മളെ നേർവഴിക്ക് നയിക്കുക, അല്ലെ? അതേപോലെ ഉപദേശിക്കുകയും ഗുരുവിന്റെ ധർമ്മമാണ്. ആത്മോപദേശ ശതകം, ധർമ്മം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരു. അപ്പം നമ്മളെ ഒന്ന് ഉപദേശിക്കുന്നത് ഗുരുവിന്റെ ധർമ്മമാണ്. ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത, വാവൂട്ട് യോഗം സ്ഥാപിച്ചത് ആരാണ്? ആരാ? ശ്രീനാരായണ ഗുരുവാണ്. വാവൂട്ട് യോഗം, അല്ലെ? SNDPയുടെ ഒക്കെ മുൻഗാമി വാവൂട്ട് യോഗം ഓർത്ത് വെച്ചോണം. താഴെ പറയുന്നവയിൽ ആദ്യം രൂപം കൊണ്ട പ്രസ്ഥാനം ഈ കൂട്ടത്തിൽ ഏതാണ്? ഇതില് നമുക്ക് നോക്കാം. സാധുജന പരിപാലന സംഘം. സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി 1907 ആയിരുന്നു,
അല്ലെ? ബാലസമുദായ പരിഷ്കാരണി സഭ ആയിരുന്നു. കല്യാണദായനി സഭയാണെങ്കിൽ 12, ബാലസമുദായമാണ് 13 എന്ന് തോന്നുന്നു. പിന്നെ അപ്പം SNDP ഏത് വർഷമാ? 1903. അപ്പൊ പിന്നെ ഏതാ? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. ഓക്കെ, ഇങ്ങനെ ഗസ് വർക്ക് നടത്താം. പിന്നെ ചിലതിലൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് ഓപ്ഷനിൽ നിന്നേ കളയാനും പറ്റും. ഓക്കെ അല്ലേ? റെഡി. അടുത്തത്, സുദേശാഭിമാൻ രാമകൃഷ്ണ പിള്ള രചിച്ച നാടകം ഏതാണ്? ഏതാണ്? നിഴലുകളാണ്. ഓക്കെ, നിഴലുകളാണ്. സുദേശാഭിമാൻ രാമകൃഷ്ണ പിള്ള രചിച്ച നാടകം ഏതാ? നിഴലുകൾ. നിഴലുകൾ, സുദേശാഭിമാൻ രാമകൃഷ്ണ പിള്ള, നിഴലുകൾ. ഇനി കൊച്ചി പുലയ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കൊച്ചി പുലയ മഹാസഭ നമ്മൾ കുറച്ചു മുമ്പ് വർഷം പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ എഴുതാൻ പോകുക. കൊച്ചി പുലയ മഹാസഭ 1913 ആയിരുന്നു അല്ലെ? ഓക്കെ, ഇതിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഓക്കെ, ഇതിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും ഇതേപോലെ ബാലസമുദായ പരിഷ്കരണി സഭ, കല്യാണദായനി സഭ, സുധർമ്മ സൂര്യോദയ സഭ, കൊച്ചി പുലയ മഹാസഭ, അരയ സമാജം, പിന്നെ കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നു. ഇതൊക്കെ കൂടെ ആരുടെ ആൻസറാ? പണ്ഡിത് കറുപ്പന്റേതാണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? ഇത് കൊച്ചി പുലയ മഹാസഭ. പുലയ മഹാസഭയാണെങ്കിൽ ആരായിരുന്നു? ആരുടെ ആയിരുന്നു പുലയ മഹാസഭ? അയ്യങ്കാളിയായിരുന്നു. 1938 പുലയ മഹാസഭ അയ്യങ്കാളിയാണ് കേട്ടോ. ഇനി കേരള പുലയ മഹാസഭയുണ്ട് 1970, ചാത്തൻ മാസ്റ്ററുമാണ് കേട്ടോ. അടുത്തത്, നടരാജ ഗുരുവിന്റെ പിതാവായ നവോത്ഥാന നായകൻ. നടരാജ ഗുരുവിന്റെ പിതാവ് ഒരു ഭിഷഗ്വരനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ എളുപ്പമാണോ? ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. നടരാജ ഗുരുവിന്റെ പിതാവായ നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു ആണ്. 1918 നിലയ്ക്കാമുക്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? 1918. അപ്പം ഇസ്ലാം ധർമ്മ പരിപാലന സംഘമാണ്. ഓക്കെ, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഓക്കെ അല്ലെ? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഓർത്തു വെച്ചോണേ കേട്ടോ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം SNDPയുടെ മാതൃകയിലായിരുന്നു. ഓക്കെ, അതേപോലെ സാധുജന പരിപാലന സംഘവും SNDPയുടെ മാതൃകയിലായിരുന്നു. സാധു SNDP നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളിയുടേതാണ്. ഓക്കെ, ഈ സാധു SNDP, സാധുജന പരിപാലന സംഘം SNDP. അതേപോലെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഏതിന്റെ മാതൃകയിലാണെന്ന് PSC ചോദിച്ചാൽ SNDPയുടെ മാതൃകയിലാണെന്ന് ഓർത്തോണം കേട്ടോ. അടുത്തത്, സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായിരുന്നു CP ഗോവിന്ദൻപിള്ള. ഓർമ്മയുണ്ടല്ലോ? സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്നാൽ ഫസ്റ്റ് എഡിറ്റർ ആരായിരുന്നു? CP ഗോവിന്ദൻപിള്ളയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പം ഈ CP ഗോവിന്ദൻപിള്ള അതിനു മുമ്പ് ഏതിന്റെ പത്രാധിപരായിരുന്നു? ഏതിന്റെയാ? കേരള പഞ്ചികയാണ്. ഓക്കെ, കേരള പഞ്ചികയാണ്. CP ഗോവിന്ദൻപിള്ള കേരള പഞ്ചിക, അത് കഴിഞ്ഞ് സ്വദേശാഭിമാനി പത്രം. കേരള പഞ്ചിക, അത് കഴിഞ്ഞ് സ്വദേശാഭിമാനി. കേരള പഞ്ചിക, അത് കഴിഞ്ഞ് സ്വദേശാഭിമാനി. കേരള പഞ്ചിക, അത് കഴിഞ്ഞ് സ്വദേശാഭിമാനി കേട്ടോ. ഇനി നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ പുനർവിവാഹം നടത്തിയത് ആരാ? VT ഭട്ടതിരിപ്പാടാണ് അല്ലെ? സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് ആരായിരുന്നു? VT ഭട്ടതിരിപ്പാടായിരുന്നു അല്ലെ? ഇനി അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരണ സുഖത്തിനായി വരയണം. ഇത് പറഞ്ഞത് ആരാ? റിപ്പീറ്റഡ് ആണ്, ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെറ്റിലോട്ട് പോകുക. അപ്പൊ ഈ സെറ്റ് ഇതുവരെ പറഞ്ഞത് അത്യാവശ്യം ഡിഫറെന്റ് ആൻഡ് റയർ ടോപ്പിക്സ് ഉള്ളതുകൊണ്ട് കുറച്ച് പാടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒന്നുകൂടെ എടുത്ത് കേൾക്കുന്നതിൽ ഒരു മടിയും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പം അത് ഫുള്ള് കേട്ട് ബൈഹാർട്ട് ആക്കിയിട്ടുണ്ട്. ഇതുവരെ പവറിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തിലോട്ട് പോകുന്നു. ആനന്ദജാതി. ആനന്ദജാതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ആനന്ദ ബ്രഹ്മാനന്ദ. കഴിഞ്ഞില്ലേ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭയും ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ഓക്കെ അല്ലേ? ഇനി ചാനാർ ലഹള അതിന്റെ ലക്ഷ്യം കൈവരിച്ചത് എപ്പോഴാ? 1859 ആണെന്ന് എനിക്കറിയാം അല്ലേ? എന്നാൽ ടഫ് ആക്കിയിട്ടുണ്ട് ഇവിടെ. ജൂലൈ 1859 ജൂലൈ ആണ്. നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമികൾ. ഉത്തരം കൊടുത്തത് ഉത്തരം തിരുനാളാണ്. തുടങ്ങിയത് 1822 ആണ് കേട്ടോ. ഇനി വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ഈ പരാമർശം എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? എന്തുമായി ബന്ധപ്പെട്ടതായത്? ആലുവയിലെ സർവമത സമ്മേളനമാണ്. അത് ഏത് വർഷമാ? 1924 അല്ലെ? അടുത്തത്, യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപ്പുക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇത് കുട്ടികൾക്കായിട്ട് സ്കൂൾ സ്ഥാപിച്ചതെന്ന് പറഞ്ഞിട്ട് 90% PSC ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ അയ്യങ്കാളിയാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഓപ്ഷൻ എയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം കൊടുക്കണം, ഓപ്ഷൻ എ എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യണം. മിക്കവാറും ട്രാപ്പ് ആകാൻ ചാൻസ് ഉണ്ടാവും. അപ്പം ഇത് നോക്കിക്കുക, ആർപ്പുക്കരയ്ക്ക് എന്നുള്ളത് വന്നപ്പോഴേ ഇതിന്റെ ആൻസർ മാറി. ആർപ്പുക്കരയ്ക്ക് സമീപം ആരാ?
കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറ അച്ഛനാണ്. പിടിയേരി സമ്പ്രദായം, ആത്മാനുതാപം, CMI, CMC ഇതൊക്കെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ സ്ഥാപിച്ചതാണ് കേട്ടോ. ഇനി ആനന്ദ ഗുരുഗീത രചിച്ചത് ആരാണ്? ആനന്ദ ഗുരുഗീത രചിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ എന്ന പേരിൽ വരുമ്പോൾ അത് കിട്ടത്തില്ലേ? കിട്ടും. ഇനി എവിടെയാണ് ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? പന്മനയാണ് ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത് ആരാ? ഡോക്ടർ പൽപു ആണ് അല്ലെ. അപ്പം ഭിഷഗ്വരനായിട്ടുള്ള ഡോക്ടർ പൽപു. ഇദ്ദേഹത്തിന്റെ മകന്റെ പേര് ഓർമ്മയുണ്ടോ? നടരാജ ഗുരു ഇല്ലേ? അത് ഓർത്തോണം PBQ. നടരാജ ഗുരുവിന്റെ പിതാവ് ആരായിരുന്നു? ഡോക്ടർ പൽപു ആണ്. ഇനി നളാഗമങ്ങൾ ഏത് വിഷയത്തിലുള്ള പുസ്തകമാണ്? ഏതാ? ചരിത്രമാണ്. നളാഗമങ്ങൾ ചരിത്രമാണെന്ന് ഓർത്തു വെച്ചു. നളാഗമങ്ങൾ ചരിത്രമാണ്. റെഡി? അടുത്തത് ഓം സാഹോദര്യം സർവത്ര ഏതിന്റെ പ്രമാണമാണ്? ഏതിന്റെയാ? ആലുവ അദ്വൈതാശ്രമമാണ്. ഓം സാഹോദര്യം സർവത്ര ആലുവ അദ്വൈതാശ്രമമാണ്. എവിടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ സത്യം, കർത്തവ്യം, ദയ, സമാധാനം എന്നെഴുതിയ ശില സ്ഥാപിച്ചിട്ടുള്ളത്? എവിടെ വെച്ചാണ്? എവിടെയാ? മുരുക്കുംപുഴയാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രീനാരായണ ഗുരുവിന്റെ റെയർ ചോദ്യങ്ങൾ ഓർമ്മമായത്. അതുകൊണ്ട് ഇതൊന്നും കളയരുത് കേട്ടോ. സത്യം, കർത്തവ്യം, മുരുക്കുംപുഴ കേട്ടോ. സത്യം പറഞ്ഞില്ലേ എന്താ പറയാ, പുഴയിലെടുത്ത് കളയാൻ അങ്ങനൊന്നും ഓർക്കണ്ട. സത്യം, കർത്തവ്യം, മുരുക്കുംപുഴ മറക്കല്ലേ. സത്യം, കർത്തവ്യം ഇതൊക്കെ എവിടാ? മുരുക്കുംപുഴയായിരുന്നു ഓർത്തു വെച്ചോണം. ഇനി ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പൂതിരിയാണ്. ഓക്കെ, ആഗമാനന്ദ കൃഷ്ണൻ നമ്പൂതിരി. ഓക്കെ, ആഗമാനന്ദ കൃഷ്ണൻ നമ്പൂതിരി. റെഡി? ഇനി ശ്രീനാരായണ ഗുരു അന്തരിച്ചത് നമ്മൾ 1928 പഠിച്ചായിരുന്നു അല്ലേ? എന്നാൽ അതിന്റെ കൂട്ടത്തില് നമുക്ക് മാസവും ദിവസവും കൂടെ പഠിക്കണം. സെപ്റ്റംബർ 20 ചോദിച്ചിട്ടുണ്ട്. 1928 സെപ്റ്റംബർ 20. 1928 സെപ്റ്റംബർ 20. 1928 സെപ്റ്റംബർ 20 കേട്ടോ. മണ്ണിന് വേണ്ടി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മണ്ണിന് വേണ്ടി എന്നുള്ള പുസ്തകം രചിച്ചത് പട്ടിണി ജാഥ നയിച്ച ആളാണ്. പട്ടിണി 1936 AK ഗോപാലനാണ്. മണ്ണിന് വേണ്ടി കേട്ടോ. മണ്ണിന് വേണ്ടി AK ഗോപാലൻ. പട്ടിണി. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്ന അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആദ്യത്തെ തന്നെ നവോത്ഥാന നായകരിൽ ഒരാളാണ്. സമത്വ സമാജം 1836 സ്ഥാപിച്ച വ്യക്തിയുമാണ്. ആരാത്? വൈകുണ്ഠ സ്വാമികളാണ്. ശ്രീമൂലം പ്രജാസഭയിൽ 25 വർഷം അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളിയാണെന്ന് ഓർത്തോണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ചത് ഏത് വർഷമാണ്? 1871 ജനുവരി 3. കുറച്ച് പേരുടെ ഉള്ളൂ ജനിച്ചേയും മരിച്ചേയും വർഷം ചോദിച്ചിട്ടുള്ളത്. അവരുടെ അത്രയും പഠിച്ചു വെക്കണം. അതേപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ഒന്നുകൂടെ ബൈഹാർട്ട് ചെയ്ത് 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു. 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു. ചാവറ അച്ഛനാണെങ്കിൽ 1871 ജനുവരി 3. 1871 ജനുവരി 3. 1871 ജനുവരി 3. ഓക്കെ. ഇനി നമ്പൂതിരി മനുഷ്യനാവുക എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? ഏതാ? യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി. 1908 ആണ് യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാടാണ്. സാധുജന പരിപാലന സംഘം 1907 ആണ്. അയ്യങ്കാളി കേട്ടോ. ആത്മവിദ്യാസംഘം, ആത്മസുഖം കിട്ടണേ വാക്ക് പറയണം, നല്ല വാക്ക് പറയണം. വാഗ്ഭടാനന്ദൻ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ഇത്ര ഓക്കെ അല്ലേ? ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികൾ അനശ്വരൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അനശ്വരനാണെന്ന് പറഞ്ഞത് ഡോക്ടർ പൽപുവിനാണ്. ഓക്കെ, അനശ്വരൻ ഡോക്ടർ പൽപു. മകനാര? നടരാജ ഗുരുവായിരുന്നു അല്ലെ. അപ്പം അനശ്വരൻ ഡോക്ടർ പൽപു. അനശ്വരൻ ഡോക്ടർ പൽപു ആണ്. സിംഹള സിംഹം എന്നറിയപ്പെടുന്നത്, അതേപോലെ കിരീടം വെക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നത്, അതേപോലെ 1932 നിവർത്തന പ്രക്ഷോഭം, അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്, PSCയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭമായിട്ടുള്ള നിവർത്തന പ്രക്ഷോഭം അല്ലെ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് നടത്തിയതാര? C കേശവനാണ് അല്ലെ. സിംഹള സിംഹം, കിരീടം വെക്കാത്ത രാജാവ് C കേശവനാണ്. റെഡി? ഇനി പേരിന്റെ കൂടെ മഹാത്മാ എന്ന് ചേർത്ത് വിളിച്ചിരുന്ന കേരളീയൻ ആര്? ഇപ്പൊ ഒരു സന്തോഷം തോന്നില്ല? റിവൈസ് ചെയ്ത് നമുക്ക് കിട്ടി മഹാത്മാ അയ്യങ്കാളി അല്ലെ. മഹാത്മാ അയ്യങ്കാളി. ഈ അയ്യങ്കാളി എന്താ? അനശ്വരൻ എന്നാണ്. അനശ്വരൻ എന്ന് വിളിച്ച ഡോക്ടർ പൽപുവിനാണ്. അനശ്വരൻ ഡോക്ടർ പൽപു ആണ്. അനശ്വരൻ ഡോക്ടർ പൽപു ആണ്. മഹാത്മാ ആരാ? അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളിയാണ്. റെഡി?
ഇനി ദളിതർക്ക് വേണ്ടി ചേരവർ മഹാസഭ സ്ഥാപിച്ചതാരാണ്? ചേര സാധുവായ പാമ്പല്ലേ? പാമ്പാടി ജോൺ ജോസഫ്. റെഡി? ഇനി ടാഗോറിന്റെ ശിവഗിരി സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരു ടാഗോറുമായിട്ടുള്ള സംഭാഷണത്തിലെ ദ്വിഭാഷിയായിരുന്നത് ആരാണ്? കുമാരൻ ആശാനാണ്. ഓർത്ത് വെച്ചോണേ. ഓക്കെ, കുമാരൻ ആശാനാണ്. ടാഗോറും പിന്നെ ശ്രീനാരായണ ഗുരു. ടാഗോറും ശ്രീനാരായണ ഗുരു 1922 ആയിരിക്കണം. അപ്പം ടാഗോർ, ശ്രീനാരായണ ഗുരു. ആ സമയത്ത് ട്രാൻസ്ലേറ്റർ ആയിട്ട് ഇരുന്നത് ആരാ? കുമാരൻ ആശാനാണ്. എന്നാൽ ഗാന്ധിജി വന്നു അല്ലെ? ഗാന്ധിജി വന്നു ശ്രീനാരായണ ഗുരുവായിട്ട് 1925. ആ സമയത്ത് ട്രാൻസ്ലേറ്റർ ആയിട്ട് ഇരുന്ന ആരാ? എൻ കുമാരൻ ആയിരുന്നു. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അടുത്തത് ടി കെ മാധവൻ നിര്യാണത്തിൽ പണ്ഡിത് കറുപ്പൻ രചിച്ച കാവ്യം ഏതാണ്? ഓക്കെ, മഹാസമാധിയാണ്. ഓക്കെ, മഹാസമാധി. ഇതേപോലെ ചട്ടമ്പി സ്വാമികളുടെ മരണത്തെ തുടർന്ന് ശ്രീനാരായണ ഗുരു എഴുതിയത് ഏതാ? നവമഞ്ചേരി ആയിരുന്നു അല്ലെ? നവമഞ്ചേരി ആയിരുന്നു. ടി കെ മാധവന്റേത് മഹാസമാധി. അടുത്തത് പാലക്കാടുള്ള ശബരി ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ടി ആർ കൃഷ്ണസ്വാമിയാണ്. ഓക്കെ, ടി ആർ കൃഷ്ണസ്വാമി, ശബരി ആശ്രമം. ഇതൊക്കെ റെയർ ഇമ്പോർട്ടന്റ് ആണ്. ശബരി ആശ്രമം സ്ഥാപിച്ചത് ടി ആർ കൃഷ്ണസ്വാമി. ശബരി ആശ്രമം ടി ആർ കൃഷ്ണസ്വാമിയാണ്. ഓക്കെ, അടുത്തത് ശ്രീ രാമദാസ് ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ശ്രീ നീലകണ്ഠ ഗുരുപാദറാണ്. ഓക്കെ, രാമദാസ് ഗുരുപാദർ. ഓക്കെ, ശ്രീ നീലകണ്ഠ ഗുരുപാദർ ആണ്. ബൈ ഹാർട്ട് ചെയ്യണം, റയർ ചോദ്യമായത്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് കുമാരഗുരുദേവന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? 21, 31. അത് ഓർത്ത് വെച്ചോണേ. കുമാരഗുരുദേവൻ ആരാ? നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. 1921, 31. അതേപോലെ അയ്യങ്കാളിയുടെ നമ്മളിപ്പോ പറഞ്ഞിട്ട് വന്നേ ഉള്ളൂ. എത്രയോ വർഷങ്ങളായിട്ട് ശ്രീമൂലം പ്രജാസഭയിൽ എത്ര വർഷമാ? 25 വർഷം. 25 years ഉണ്ടായിരുന്നത് ആരാ? അയ്യങ്കാളിയാണ് അല്ലെ? ഓക്കെ, എന്നാൽ 1921, 31 കുമാര ഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചനാണ് അല്ലെ? ഓക്കെ, അടുത്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരായിരുന്നു? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുന്ന മന്നത്ത് പത്മനാഭനാണ്. അപ്പോ ഇത്രയും ചോദ്യങ്ങളും റിവിഷനായി കിട്ടി നിങ്ങൾക്ക് സൂപ്പർ ഫീൽ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ലാസ്റ്റ് സെറ്റ് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ കേൾക്കണം. കാരണം അതിൽ റെയർ പോയിന്റ്സ് കൂടുതലാണ്. ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ സെറ്റിലും റെയർ പോയിന്റ്സ് കൂടുതലാണ്. ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒന്നുകൂടെ കേൾക്കുന്നതിന് മടിക്കണ്ട. നവോത്ഥാനം നിങ്ങളുടെ കൈപ്പിടിയിലാണ്. ധൈര്യമായിട്ട് നവോത്ഥാനത്തിന് ഇനി പൊക്കോ. ഓക്കെ, ഇനി ഇത് എപ്പോഴേലും റിവിഷൻ വേണമെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടെ റീപ്ലൈ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഫുള്ള് സൂപ്പറായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇതുവരെ ഇടയ്ക്ക് പറയാൻ മറന്നു ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അങ്ങോട്ട് അടിച്ചേക്കണം. ഓക്കെ, ഒരു ലൈക്ക്. ഉച്ചയ്ക്കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്, പഠിത്തം തുടങ്ങാൻ നിൽക്കുന്ന ഒരു ഫ്രണ്ട്, നവോത്ഥാനം എനിക്ക് വയ്യേ എന്ന് പറയുന്ന ഒരാൾക്ക് ഇത് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം. പിന്നെ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കമന്റ് ചെയ്യണം. അടുത്തത് ഇതുപോലെ നിങ്ങൾക്ക് എന്തിന്റെ മാരത്തോൺ ആണ് വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മുടെ പുത്തൻ ബാച്ചസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. LP-UP ഒക്കെ പുത്തൻ കിടിലൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട്. 399 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. 50 മോഡൽ ക്വസ്റ്റ്യൻസ് LP-UPക്ക് വേണ്ടിയുള്ളത്. ഓക്കെ, അതേപോലെ LDCയുടെ ബാച്ചുകളും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ ഇന്ന് തന്നെ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്തൊക്കെയുണ്ട്, കൂടുതൽ ഇഷ്ടപ്പെടും ക്ലാസ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാമേ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.